കർത്താവേ, രാവിലെ സമയത്തിനായി സ്തോത്രം. വചനം ധ്യാനിക്കാൻ പോകുന്ന വചനത്തിൻ്റെ ആഴങ്ങൾ നീ തുറന്നു തരണമേ കർത്താവേ. മനസ്സിലാക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സോ മുമ്പേ പറഞ്ഞ് നമ്മൾ ധ്യാനിച്ച ആ വിഷയം തന്നെ, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നടക്കേണ്ടിയ പോലെ നടന്നാൽ ഈ ലോകത്തിലെ ഒരു സാത്താനും നമ്മളെ തൊടത്തില്ല. പക്ഷെ നടക്കേണ്ടിയ പോലെ നടന്നില്ലെങ്കിൽ, പാപത്തിൽ കളിച്ചാൽ, പിന്നെ നമ്മൾ ആരുടെ കയ്യിലാണ്? സാത്താൻ്റെ കയ്യിലാണ്. പിന്നെ ദൈവത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. വി ആർ സേഫ് ആസ് ലോങ് ആസ് I am walking the way I am supposed to walk. No devil can touch. സാത്താൻ തൊടണമെങ്കിൽ ആരുടെ അനുവാദം വേണം? ദൈവത്തിൻ്റെ അനുവാദം വേണം. പക്ഷേ വചനം അറിഞ്ഞിട്ടും നടക്കേണ്ടി പോലും നടന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ തകർക്കാൻ വേണ്ടി തന്നെ ദൈവം തന്നെ അനുവദിച്ചേക്കുക. അതുകൊണ്ട് ആ ഭയത്തോടും വിറയലോട് നമ്മുടെ രക്ഷയ്ക്കായി നമ്മൾ പ്രവർത്തിപ്പിക്കും. സോ ഇവിടെ നമ്മൾ ഏദൻ തോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ വായിച്ച ഉൽപ്പത്തി പുസ്തകം സെയിം. ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കുന്ന മുമ്പേ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന രീതി, അതിൻ്റെ 10-ാമത്തെ അതിൻ്റെ 8 തൊട്ട് വായിച്ചേ. 3:8 തൊട്ട് വായിച്ചേ. ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. ഇവിടെ നമ്മൾ നോക്കുന്നത് ദൈവത്തിന് മുമ്പേ തന്നെ അറിയാലോ മനുഷ്യന് ഇത് ഫലം കഴിക്കുന്നു. ഗോഡ് നോസ്. കഴിച്ചിട്ടും ദൈവം വരുവില്ലയോ? ക്യാൻ യു സീ? ദൈവം ഈ ഒളിച്ചിരിക്കുന്ന മനുഷ്യനോട് സംസാരിക്കാൻ തന്നെ ഇറങ്ങി വരിക. മനുഷ്യൻ ഒളിക്കാൻ ശ്രമിക്കുക. നീ കഴിക്കുന്ന എനിക്ക് മുമ്പേ തന്നെ അറിയാം. വന്ന് ശബ്ദം കേട്ടപ്പോൾ ഒളിച്ചപ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യം, മനുഷ്യ നീ എവിടെ? ആ ചോദ്യത്തിൻ്റെ കാരണം എന്തുവാ? ഇറ്റ്സ് എ വെരി സീരിയസ് വേർഡ്. ഇംഗ്ലീഷിലാണെങ്കിൽ വേർ ആർട്ട് ദൗ. സർവജ്ഞാനിയായ ദൈവത്തിന് അറിയത്തില്ലേ ഇവൻ എവിടാന്ന്? ഡസന്റ് യു നോ? അറിയാലോ. പിന്നെ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? മനുഷ്യൻ സ്വയമേ പറയണം. നീ എവിടെയെന്ന് പറയുമ്പോൾ നിനക്ക് ഞാൻ ആക്കി വെച്ച സ്ഥാനം, നിനക്ക് തന്ന ഉത്തരവാദിത്തം, നിനക്ക് തന്ന പ്രിവിലേജസ്, നീ സൃഷ്ടിക്ക് ആരായിരുന്നു? ദൈവമായിട്ടായിരുന്നു. നീ ഇപ്പം എവിടെ? നിന്റെ സാഹചര്യം എന്തുവാ? ക്യാൻ യു ലുക്ക് അറ്റ് us? ഗോഡ്, ഇത് സെയിം ദൈവം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കൈനോടും ചോദിക്കുന്നേ, നിന്റെ സഹോദരൻ എവിടെ? ഏലിയ ഓടിയോ? ഓടുന്നതിന് മുമ്പേ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നിനക്കൊരു നീണ്ട യാത്ര ചെയ്യാനുണ്ട്, എഴുന്നേറ്റ് ആഹാരം കഴിക്കുക. ഇതെല്ലാം കഴിച്ചിട്ട് അവൻ ഓടി 40 ദിവസം ഓടി പാഞ്ഞ ഗുഹയ്ക്കകത്ത് പോയിരുന്നു. അപ്പോൾ ദൈവം അവനോട് ചോദിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, നിനക്കിവിടെ എന്താ കാര്യം? നമ്മൾ ദൈവത്തിൻ്റെ ഓരോ വാക്കിൽ ദൈവത്തിൻ്റെ അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം. ബിക്കോസ് വെൻ ഗോഡ് ടോക്സ്, ഇറ്റ്സ് ഗോഡ് ടോക്കിംഗ്. നീ എവിടെ? എനിക്കറിയാം നീ വിളിച്ചിരിക്കുക, പക്ഷെ നിന്റെ സ്ഥിതി ഇപ്പം എന്തുവാ? വേർ ആർട്ട് ദൗ? ഇന്നലെ വരെ നമുക്ക് ഒന്നിച്ചിരിക്കാമായിരുന്നു, പക്ഷെ ഇനിയും യു കാണ്ട്. എനിക്കിപ്പം നിന്നെ ക്ഷമിക്കാനൊക്കത്തില്ല. പാപത്തെ ദൈവത്തിന് ക്ഷമിക്കാൻ ഒക്കത്തില്ല. എന്താ? പാപവും തിന്മയും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? പാപം വന്നു കഴിഞ്ഞാൽ നമ്മളെ ദൈവത്തിൻ്റെ ശത്രുവാക്കി മാറ്റും. തിന്മ എന്തുവാ? നന്മയുടെ നേരെ വിരോധം. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം മോളോട് യു ടോൾഡ് ഹർ ഡോണ്ട് ഗോ ഔട്ട്, വെളി പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൾ വെളിയിൽ ഏതാണ്ട് പെൻസിലോ ഏതാണ്ട് വീണ് കിടപ്പുണ്ട്. അത് എടുക്കാൻ വേണ്ടി അവൾ എന്തോ ചെയ്തു? പാപ്പ പറഞ്ഞതാ, എന്നിട്ടും ഷീ വെന്റ്. പക്ഷേ പാപം വന്നാൽ മോൾ വെളി പോകുന്നത് എന്തിനാ? പെൻസിൽ എടുക്കാനല്ല, പപ്പ പറയുന്നതിൻ്റെ നേരെ വിരോധം ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. കാരണം അതെന്താ അങ്ങനെ? എൻ്റെ പപ്പയെ കോപം കയറ്റുന്നതായി എനിക്കിഷ്ടം. പെൻസിലിന് വേണ്ടിയല്ല പോകുന്നത്. എന്തിനാ പോകുന്ന? ലക്ഷ്യം എന്തുവാ? എനിക്ക് എൻ്റെ പപ്പായെ എന്തോ ചെയ്യണം? കോപിപ്പിക്കണം. അതാ പാപം ചെയ്യുന്നത്. ദൈവം പാപം സഹിക്കാത്തതിൻ്റെ കാരണം നമ്മളെ എന്തോ ആക്കും? ദൈവത്തിൻ്റെ ശത്രുവാക്കും. എന്തൊക്കെ ചെയ്യേണ്ട അത് തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളെ പിള്ളേരോട് നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യും.
ഇത് പാപം അകത്ത് വാഴുന്നതിൻ്റെ ലക്ഷണമാണ്. ഒരാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതോ നമ്മൾ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുമല്ലോ. ഈ നിയമം ഇത്രയും ഉണ്ടാക്കുന്നതുകൊണ്ടില്ലയോ അതിനെല്ലാം എന്തോ ചെയ്യുന്നേ? ഐ നോ വാട്ട് ഈസ് ദ ലോ ആൻഡ് ഐ വോണ്ട് ടു ബ്രേക്ക് ഇറ്റ്. ഐ ഗെറ്റ് ദ ത്രിൽ ഔട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാരും എല്ലാം ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അകത്ത് എന്തുവാ? പാപം. ദാറ്റ് മേക്സ് ഗോഡ് മാഡ്. കാരണം നമ്മൾ പാപമകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറ്റബോധമില്ല. വി എൻജോയ് ഇറ്റ്. നമ്മൾ പാപത്തിൽ എന്ത് ചെയ്യും? രസിക്കും. എന്തിനാ പാപത്തിൽ രസിക്കുന്നത്? ചെയ്യേണ്ടതിൻ്റെ വിരോധമാണ് ഞാൻ ചെയ്യുന്നത്. സോ ഐ ലൈക്ക് ഇറ്റ്. സോ നമ്മൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഇരുന്നവരല്ലായിരുന്നു. നമ്മൾ പാപത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്ന? നമ്മൾ രസിച്ചുകൊണ്ടിരുന്നതാ. കർത്താവ് നമ്മളെ തപ്പി വന്നപ്പോഴും നമ്മൾ കർത്താവിനെ സ്നേഹിച്ചില്ല. വി എൻജോയ്ഡ് സിൻ. വി ഡിഡ്ന്റ് വാണ്ട് ടു ബി ഡെലിവേർഡ് ഫ്രം സിൻ. സോ ഈ പാപം മനുഷ്യനെ കയറി വന്നപ്പോൾ ദൈവം ചോദിക്കുന്നേ, മനുഷ്യ. സോ പാപം വന്നപ്പോൾ മനുഷ്യന്റെ സ്ഥിതി എന്തോ? ഇന്നലെ വരെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഒന്നിച്ച് നടന്നവർ ഇപ്പൊ എവിടാ? ഒളിച്ചിരിക്കുക. ഇനിയും നിനക്ക് വെളി പോണം. ഈ മനുഷ്യന് ദൈവം ചോദിക്കുന്ന ചോദ്യം എന്തുവാ? അതിന്റെ 11-ാമത്തെ വാക്യം, അതിന്റെ 10 വായിച്ചേ. നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. അവൻ അവന്റെ തെറ്റ് സമ്മതിക്കുന്നുണ്ടോ? പാപം അകത്ത് വന്ന വ്യക്തി ഒരിക്കലും ഹി വിൽ നെവർ അക്സെപ്റ്റ്. അവൻ പറയുന്നത് ഞാൻ നഗ്നൻ, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തു? നിനക്ക് പറയാമോ ചെയ്യേണ്ടാത്തത് ഞാൻ ചെയ്തു? സോ പാപം വന്നപ്പോൾ നമ്മുടെ ബുദ്ധി തുറന്നോ? മുമ്പേ ഉള്ള ബുദ്ധി ഇപ്പോഴത്തെ ബുദ്ധിയോ? ഹി ഹസ് കം ടു എ റിയലൈസേഷൻ ഓഫ് ഹിസ് ഓൺ കണ്ടീഷൻ. ഞാൻ നഗ്നനാ, പക്ഷേ ഞാൻ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നഗ്നനാ, ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു അക്സെപ്റ്റ് മൈ മിസ്റ്റേക്ക്. എന്തോ വന്നാലും. അതുകൊണ്ട് ഒരാളുടെ കുറ്റം പറയാൻ തുടങ്ങിയാൽ he will get mad at you. കാരണം അവന് കോപം കയറുന്നതിന്റെ കാരണം അകത്താരാ? സാത്താനല്ല, ഭൂതമല്ല, പാപമാണോണ്ടിരിക്കുക. അതുകൊണ്ടാ കുറവ് സമ്മതിക്കാത്തത്. വിശ്വാസികളുടെ ഇടയ്ക്കും ഇറ്റ് ഹാപ്പൻസ്. സിൻ കംസ് ബാക്ക്. അതുകൊണ്ടാണ് യാക്കോബി പറയുന്നത്. അതാ വിഷയത്തിൽ നമ്മൾ വരുന്നത്. സോ നമ്മളിപ്പം നോക്കുന്ന വിശ്വാസിയാകുന്ന മുമ്പേ ദൈവത്തിന്റെ കൂടെ നടന്ന വ്യക്തി ദൈവമായിട്ട് എങ്ങനെ ഡിഫറൻസ് വന്നു? ദൈവം ഇപ്പൊ എന്തോ പറയുന്നത്? ഹൂ ടോൾഡ് 11th ആണെങ്കിൽ നിന്നോട് ആര് പറഞ്ഞു? നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. ദൈവം നേരെ ആ വിഷയത്തിലോട്ട് വരിക. ഐ ആം നോട്ട് ഗിവിംഗ് യു ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗിവ് എക്സ്ക്യൂസ്. നമുക്ക് എക്സ്ക്യൂസ് ഉണ്ട്. ഏതെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് എന്തുണ്ട്? എക്സ്ക്യൂസ്. ദൈവം നമ്മുടെ എക്സ്ക്യൂസ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നോ വേ. ഹി വിൽ ഹോൾഡ് മീ റെസ്പോൺസിബിൾ. എനിക്കെൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ മക്കളെ അല്ലെങ്കിൽ മറ്റവരെ ആരെയും എക്സ്ക്യൂസ് പറയാൻ വി ലൈക്ക്. മനസ്സിലാകുന്നു? ബട്ട് ഗോഡ് വിൽ നെവർ അക്സെപ്റ്റ് ദാറ്റ് എക്സ്ക്യൂസ്. ബിക്കോസ് ദൈവം എനിക്ക് എന്തോ തന്നിട്ടുണ്ടായിരുന്നു? ഉത്തരവാദിത്വം തന്നതാ. ഞാൻ പറഞ്ഞ ആ വൃക്ഷത്തിന്റെ ഫലം നീ കഴിച്ചോ? ഡിഡ് യു ഈറ്റ്? യു ടെൽ മീ. അല്ല, നിനക്ക് മനസ്സിലായോന്നല്ല, ചെയ്യണ്ടാത്ത നീ ചെയ്തോ? ആദം പറയുന്നില്ല നീ ചെയ്തോ. അന്നേരം പറയുന്ന മറുപടി എന്തുവാ? നീ തന്ന അതിന് മനുഷ്യൻ എന്നോടുകൂടെ ഇരിക്കുവാൻ നീ തന്നിട്ടുള്ള സ്ത്രീ. പാപമകത്ത് വന്നപ്പോ ഇവന്റെ ചിന്ത പോന്ന പോക്കുണ്ടോ? ഹി വിൽ നോട്ട് അക്സെപ്റ്റ്. നഗ്നത. എന്നിട്ട് നേരെ പിടിച്ചാലും ദൈവം ചോദിക്കുക, എന്നിട്ടും എന്തോ ചെയ്യുന്നില്ല? അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ദൈവം ഇവരെ ശപിക്കുന്നു. ദെൻ മരണം വന്നല്ലോ. ദെൻ യു സീ ഇവരെ എവിടെ നിന്ന് ഇറക്കി? ഇത് നിങ്ങൾ പിന്നെ തന്നെ ഇന്ന് ധ്യാനിച്ചാൽ മതി. ഐ എം ജസ്റ്റ് റഷിങ്. ദെൻ കൈനും ആബേൽ തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കിയോ? വായിച്ച 4:1. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, കായിനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കുമ്പോൾ ഫലം കഴിച്ചത് എന്തിനു വേണ്ടിയാ? ലക്ഷ്യം എന്തായിരുന്നു?
ദൈവത്തെ പോലെ ആകാൻ. ഓക്കെ, ഇത് നീ ദൈവത്തെ പോലെ ആയിരുന്നല്ലോ, നീ വെളിയിൽ ഇറങ്ങിയല്ലോ. യു നോട്ട് അണ്ടർസ്റ്റുഡ് മീ. ഇനി നിന്നെ പഠിപ്പിച്ച് തരാം. ഗോഡ് ഈസ് നോട്ട് ഡിസ്ട്രോയിങ് മാൻ. തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ അവൻ എന്തോ കൊടുത്തു? നഗ്നനായിട്ടാണോ വിട്ടത്? വാട്ട് ഡിഡ് ഗോഡ് ഡു? അവർക്ക് എന്തോ ഉണ്ടാക്കി കൊടുത്തു? അതിന്റെ 3:20-21 മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. തോൽ കൊണ്ട് നിന്റെ അത്തി വിലയുണ്ട്, നിന്റെ നന്മ പ്രവർത്തി കൊണ്ട് നിനക്ക് എൻ്റെ മുമ്പ് വരാനൊക്കത്തില്ല. കാരണം നിന്റെ ചിന്തിക്കുന്ന രീതിയെല്ലാം എവറിത്തിങ് ഈസ് കറപ്റ്റഡ്. ഇന്ന് ആൾക്കാർ നല്ല പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ കാരണം ഇപ്പം പാസ്റ്റർമാർ വന്നാൽ അവർക്ക് പൈസ കൊടുക്കുമല്ലോ. പാസ്റ്റർമാർ വീട്ടിൽ വന്നാൽ മതി, പോകുമ്പോൾ എന്തോ കൊടുക്കും? പൈസ കൊടുക്കും. എന്താ? കൊടുത്തില്ലെങ്കിൽ അകത്ത് എന്തുകൊണ്ട്? ഒരു ഭയമുണ്ട്. ദൈവത്തിൻ്റെ എന്തോ വീഴും? ശാപം വീഴും. സോ ഞാൻ എങ്ങനെ നടന്നാൽ വരുന്ന പാസ്റ്റർമാർക്ക് എന്തോ കൊടുക്കണം? ഈ സിസ്റ്റം ആർക്ക് മനസ്സിലായിട്ടുണ്ട്? മടിയന്മാർക്ക്, ജോലി ചെയ്യാൻ വയ്യാത്തവർ, അവർക്കിത് മനസ്സിലായി. അവർ വേദോസ്തം എടുത്തുകൊണ്ട് മീശം പഠിച്ചാൽ മതി, ഒരു വെള്ള ഷർട്ടും കറുത്ത പാൻറ് ഇട്ടുകൊണ്ട് വീട്ടിൽ കയറി വന്നാൽ മതി, എന്തോ കിട്ടും. ഇന്ന് എത്രയുണ്ട്? ഞങ്ങളുടെ ഭോപ്പാലിൽ ഒരു മുസ്ലിം തീവ്രവാദി ഒരു പാസ്റ്ററുടെ വീട്ടിൽ വന്നു, ഒരാഴ്ചത്തെ ഉണർവ്യോഗം നടത്തിയിട്ട് പോയി. തൃശ്ശൂരിൽ ഒരു പാസ്റ്ററുടെ വീട്ടിൽ ഒരു പ്രവാചകൻ വന്ന് ഒരാഴ്ചത്തെ ഉണർവ്യോഗം നടത്തിയിട്ട് പോയി. ദുബൈയിൽ ഒരു RSSകാരന് ഉണർവ്യോഗമല്ല, ചർച്ചിൽ വന്ന് പ്രസംഗിച്ചിട്ട് പോയി. അവർക്കറിയാം നടക്കേണ്ടി പോലെ ഇവർ നടക്കുന്നില്ല. ഇവിടെ ഇഷ്ടംപോലെ പൈസ കിട്ടും. ചുമ്മാ നമ്മുടെ കേരളത്തിലുള്ള ഭിക്ഷക്കാർ ബൈബിൾ എടുത്തുകൊണ്ട് വീട്ടിൽ വരുന്നത് ഉണ്ടോ? നിൽക്കാം, പാട്ടും പാടിക്കുന്നുണ്ട്, കയ്യിലൊരു വേദോസ്തം ഉണ്ടല്ലോ, എന്തോ കിട്ടുന്നുണ്ട്. നമ്മൾ പൈസ കൊടുക്കും. എന്താ? അത്തി ഇല കൊണ്ട് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. പാപത്തിൽ നീ രസിക്കുക, അകത്ത് ഭയമുണ്ട്. നിന്റെ ചിന്ത വേലയ്ക്ക് പൈസ കൊടുത്താൽ ദൈവം എൻ്റെ തെറ്റ് ക്ഷമിക്കുകയല്ല, കാണത്തില്ല. സ്തോത്രാഴ്ച പെട്ടിയിലും അതിനാ പൈസ ഇടുന്നത്. ഇന്ന് വിശ്വാസികൾക്ക് ദശാംശം നമ്മൾ പറഞ്ഞാൽ, പുതിയ നിയമത്തിൽ ദശാംശം പറഞ്ഞ സിസ്റ്റമേ ഇല്ല. പഴയ നിയമത്തിൽ ദശാംശം കൊടുക്കാത്തവൻ കള്ളൻ, പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കുന്നവൻ ആശപിക്കപ്പെട്ടവൻ. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? പക്ഷെ ഇന്ന് ദശാംശം കൊടുക്കല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ദേഷ്യമാ. പാസ്റ്ററിനും ദേഷ്യമാ, വിശ്വാസിക്കും ദേഷ്യമാ. പാസ്റ്ററിന് എന്താ ദേഷ്യം? അകത്ത് പേടിയുണ്ട്. കൊടുത്തില്ലെങ്കിൽ ഞാനിങ്ങനെ ജീവിക്കുന്നത്. കാരണം ഞാൻ ഈ ദൈവത്തെ നോക്കിയല്ല ഇറങ്ങിയത്. എനിക്കിത് തൊഴിലാ. ബൈബിൾ കോളേജിൽ പോയി ഒരു ഡിഗ്രി എടുത്തത് എന്തിനു വേണ്ടി? ജീവിക്കാൻ വേറെ മാർഗമില്ല. വേറെ ഒരുത്തൻ എനിക്ക് ജോലി തരത്തില്ല. ഇത് ഏറ്റവും നല്ല ജോലിയാ. ആഴ്ച ഒരു 20 മിനിറ്റ് പ്രസംഗിച്ചാൽ മതി. സ്തോത്രാഴ്ചയും കിട്ടും, ദശാംശം കിട്ടും, പ്ലസ് വീട്ടിൽ പോയി വിസിറ്റിംഗ് ചെയ്താൽ അതും കിട്ടും. പിന്നെ സഭയിലെ വിശ്വാസികൾ ആരെയും ഗൾഫോ അമേരിക്കയിലുണ്ടെങ്കിൽ അതും മതി. ഇതിൽ ഏറ്റവും നല്ലതില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്കൂവറിൽ അവരുടെ റൊമേനിയൻ ചർച്ചിൽ ഞാൻ അവരെ ചോദിച്ചപ്പം $3000 പെർ മന്ത് ശമ്പളം. 4 ഞായറാഴ്ച പ്രസംഗിക്കണം, 20 മിനിറ്റ് പ്രസംഗമേ ഉള്ളൂ. ക്യാൻ യു ഇമാജിൻ ഈസ് പെർ അവർ സാലറി? ചിന്തിച്ചോ നോക്കിയാൽ എത്ര പെർ അവർ ഒരു പാസ്റ്ററുടെ ശമ്പളം? അതുകൊണ്ടാ പണികളന്മാർ, ദൈവം വിളി കിട്ടാത്തവർ കുറേ എണ്ണം എവിടെ കയറിയേക്കുന്നത്? വേലയിലുള്ള എല്ലാവരും അങ്ങനെയല്ല. ദൈവം വിളിച്ചവർ ഒത്തിരി പേരുണ്ട്. അവർ ശരിയായിട്ട് കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്. ബട്ട് മെജോറിറ്റി ആർ പീപ്പിൾ ഹു ഹാവ് നോട്ട് ബീൻ കോൾഡ് ബൈ ഗാഡ്. അവർ ഇതിന് പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയാക്കി എവിടെ കയറി. അത് കയറി വന്നതിൻ്റെ കാരണം എനിക്ക് ദൈവമായിട്ട് എന്തോ ഇല്ല, ബന്ധമില്ല. എനിക്ക് ദൈവഹിതപ്രകാരം നടക്കണ്ട, എൻ്റെ ഹിതം അനുസരിച്ച് നടന്നാൽ മതി. അതുകൊണ്ട് ആ പൈസ കൊണ്ടുപോകാൻ ദൈവം തന്നെ ആരെ അനുവദിച്ചേക്കുന്നത്? ഇവരെയും അനുവദിച്ചേക്കുന്നത്. സോ ഇവിടെ അത്തിയല കൊണ്ട് ഒക്കത്തില്ല. ഞാൻ തന്നെ എന്തോ ഉണ്ടാക്കി തരും, തോലിൻ്റെ കവറിങ്. ഫ്രം വിത്ത് യുവർ ഓൺ വർക്ക്സ് യു കാൺട്ട്. ഞാൻ ഒരു വസ്ത്രം ഉണ്ടാക്കി തരാം. ആ വസ്ത്രം കിട്ടുന്ന വരെ ഈ തോലിട്ടുണ്ടെങ്കിൽ നടന്നോ. നമുക്ക് രക്ഷയുടെ വസ്ത്രം കിട്ടിയോ? ആ കിട്ടുന്ന വരെ എന്തുമായിരുന്നു? തോലിന്റെ വസ്ത്രം ഇടിപ്പിച്ചതാ, ദൈവം ഇടിപ്പിച്ചതാ. നാർന്ന ഒരു തോലിന്റെ വസ്ത്രമാ. പോയതേതാ? തേജസ്സിന്റെ വസ്ത്രം. വെളി വന്നു.
കാരണം അത് കഴിഞ്ഞിട്ട് കൈനും ആബേൽ. കൈൻ ജനിച്ചപ്പം കൊടുത്ത പേര് കൈൻ. എൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി? ഒരു പുരുഷനെ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് വിവരം അറിഞ്ഞത്. ഫലം കഴിച്ചത് എന്തിന്? ദൈവത്തിൻ്റെ തുല്യം ആകാൻ. ആയോടാ? നീ എങ്ങനെയായിരുന്നു? നിനക്ക് അധികാരം എല്ലാം ഉണ്ടായിരുന്നല്ലോ. ദൈവം തന്നെ വെളിയിലാക്കി. ചിന്തിച്ചു നോക്കിയേ, തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തോട്ടത്തിൻ്റെ വെളിയിലാ. Can you see the fear, the nature of God? God drove him out. ഇറങ്ങടാ. ആരോട് പറയാ? ഇന്നലെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചതാ. ഞാൻ ഉണ്ടാക്കിയ സൃഷ്ടിക്ക് പേര് കൊടുത്തവനാ, വാണുകൊണ്ടിരുന്നവൻ. ഇറങ്ങടാ. കാരണം നീ ആരായി? ശത്രുവായി. ഞാൻ ഉണ്ടാക്കിയതാ, നോ പ്രോബ്ലം. ഞാൻ നിന്നെ നേടിയെടുക്കും. നിനക്ക് ആ പരിജ്ഞാനം ഇല്ലല്ലോ. ഐ ടീച്ച് യു. ഞാൻ ആരാന്ന് നിന്നെ ഇനി എന്തോ ചെയ്യും? പഠിപ്പിക്കും. അതിൻ്റെ പഠിപ്പിക്കുന്ന ക്ലാസ് എവിടെ നിന്ന് തുടങ്ങി? തോട്ടത്തിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പം ക്ലാസ്സസ് തുടങ്ങി. അവയ്ക്കിപ്പം വിവരം അറിഞ്ഞല്ലോ. അതുകൊണ്ട് കൈൻ ജനിച്ചപ്പോൾ ആദ്യത്തെ അലയില്ലയോ? ആ അലയുടെ അർത്ഥം എന്തുവാ? അടുത്ത ശത്രുവും ജനിച്ചു. Everyone who is born is the enemy of God from birth. ഇപ്പം ഞാനൊരു പാസ്റ്റർ, ഫൈൻ. എൻ്റെ ഭാര്യയും ഞാനും സ്നാനപ്പെട്ട് കാര്യങ്ങളെല്ലാം ശരി ആത്മീയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഏതെങ്കിലും ആത്മീയ ഗുണം എനിക്ക് ജനിക്കുന്ന കൊച്ചിന് കാണുമോ? നത്തിങ്. ഞാൻ സ്നാനപ്പെട്ടതാ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചതാ, എനിക്ക് സ്വഭാവം ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജനിക്കുന്ന കൊച്ചിന് ആ ഒരു ചൊവ്വയും കാണത്തില്ല. അവൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി എവിടെ നിന്ന് തുടങ്ങണം? അടിസ്ഥാനത്തോട്ട് തുടങ്ങണം. അവൻ്റെ അകത്ത് എന്തോ വന്നിട്ടുണ്ട്? പാപം വന്നിട്ട്. നമ്മുടെ ഒറ്റ ആത്മീയ ഗുണം എവിടെയില്ല? കൊച്ചുങ്ങളിൽ ഇല്ല. പക്ഷെ വീണുപോയ സ്വഭാവം മുഴുവനുണ്ട്. സോ അവ ഇപ്പം കൈനിട്ടു എന്ന് അതിൻ്റെ അർത്ഥം സ്ത്രീയുടെ സന്തതി വന്നു. ദൈവത്തിൽ നിന്ന് എനിക്ക് ഒരു പുരുഷനെ കിട്ടി. കാരണം ഇപ്പം വിവരം അറിഞ്ഞല്ലോ അകത്ത് നടക്കുന്ന. നമുക്ക് ഇത്ര അറിയത്തില്ല, കാരണം നമ്മൾ ഏതും തോട്ടത്തിൽ നടന്നിട്ടില്ലല്ലോ. നടന്ന ഇവർക്കറിയാമല്ലോ. ഇപ്പം നാളെ ഇന്ന് വരെ നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ നാളെ ഹോംലെസ് ആയാൽ ഇതിൻ്റെ എല്ലാം അറിയാമോ? മനസ്സിലാകുന്നുണ്ടോ? ഹോംലെസ് കാരണം ഇതറിയത്തില്ല. പക്ഷെ നിങ്ങൾ നാളെ ഹോംലെസ് ആയാൽ യു കനോട്ട്. സെയിമില്ലയോ ആദാമും അവയുടെ സ്ഥിതി? ദേ ആർ ഹോംലെസ്. ഹോംലെസ് മാത്രമല്ല, മൃഗങ്ങളെല്ലാം വെട്ടിക്കീറാൻ തുടങ്ങിയോ? ഒരുത്തൻ്റെ ബ്ലണ്ടർ ഇറ്റ് അഫക്റ്റഡ് ദിസ് ക്രിയേഷൻ. അന്ന് മുതൽ ഈ സൃഷ്ടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ഞെറങ്ങിക്കൊണ്ടിരിക്കുക. ദൈവപുത്രൻ്റെ വെളിപ്പാട്. കാരണം ഞങ്ങളുടെ പുറത്ത് ഇതുവരെ വാണുകൊണ്ടിരുന്നവൻ വീണു. ഇനി ഞങ്ങളെ കരുതുന്നവൻ ആരായിരിക്കും? ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ റിവീലിംഗ് ഓഫ് ദ സൺസ് ഓഫ് ഗാഡ്. വെളി വന്നപ്പോൾ നമുക്കറിയാലോ, കൈനും ഇവരും രണ്ടും ആബേലും യോഗത്തിന് പോയി. അവർ നമ്മുടെ ഭാഷയിൽ സംസാരിച്ച് യോഗത്തിന് പോയി. വായിച്ച് 5-ാമത്തെ വാക്യം, 4:5. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. കയീനിന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. ദൈവം കയീനിലും അവന്റെ വഴിപാടിലും എന്തോ ചെയ്യുന്നില്ല. എന്താ? സിമ്പിൾ. ആബേൽ ആടിനെ കൊണ്ടുവന്നു. ഇവന്റെ തൊഴിൽ, ഇവൻ എന്തോ ചെയ്യുന്നേ? കൃഷിപ്പണിയാ. സോ ഇവന്റെ കൃഷിയുടെ സാധനങ്ങളാ കൊണ്ടുവന്നേ. ആബേലോ അവൻ്റെ ആടിനെ കൊണ്ടുവന്നു. പക്ഷെ ദൈവം കൈനിൻ്റെ ഓഫറിങ്ങിൽ എന്തോ ചെയ്യുന്നില്ല? പ്രസാദിക്കുന്നില്ല. കാരണം ആബേൽ ഈ ആടിനെ അർപ്പിക്കുമ്പോൾ ആബേൽ പറയുന്നത് എന്തുവാ? ഞാൻ ഭാവി, ഞാനാ മരിക്കേണ്ടത്. പക്ഷെ കൈൻ പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നേക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു തെറ്റും, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലയോ? ഒരു തെറ്റും ചെയ്തിട്ടില്ലയോ? പാപം നിന്റെ വാതിക്കെ നിപ്പുണ്ട്. നിന്റെ വാതിക്കെ പാപം. വായിച്ച അതിന്റെ 7. നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ ആ പാവം വാതുക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. പാപം
നിന്റെ വാതിക്കൽ കിടക്കുന്നു എന്ന് ആര് പറയാം? ഇംഗ്ലീഷിലാണ് ഇഫ് thou doest well shall thou not be accepted. If thou doest not well sin lieth at the door. അതിന് just ഒരു എക്സാമ്പിൾ. പാപം നിന്റെ വാതിക്കൽ എന്ത് ചെയ്യും? അതിന്റെ റൂട്ട് മീനിങ്ങിൽ നമ്മൾ പോകുമ്പോൾ അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഉണ്ട്, കാണിച്ചു തരാം. Sin stands at your door. ക്യാപിറ്റൽ എസ് സിന്നും ചെറിയ എസ് സിൻ, അത് മുമ്പേ പറഞ്ഞു തന്നല്ലോ. ഡെലിവറൻസ് ഫ്രം സിൻ, ഫൊർഗിവ്നെസ് ഫ്രം സിൻസ്. സിൻ ക്രൗച്ചസ് പറഞ്ഞാൽ ഈ പുലി ക്രൗച്ച് ചെയ്യുന്ന കാണാം. ക്യാൻ യു സീ? നോട്ടം എവിടെ? അതുപോലെ പാപം നമ്മുടെ വാതിക്കെ നിൽക്കുന്നത്. നോട്ടം എന്തുവാ? നമ്മളുടെ പുറത്ത് വാഴണം. ദൈവം കൈന് കൊടുക്കുന്ന വാർണിംഗാ. കൊലപാതകം ചെയ്യുന്ന മുമ്പേ കൈനെ വാതിക്കെ ഓർത്ത് നിപ്പുണ്ട്. ഹൂ ടോൾഡ് യു യു ആർ നേക്കഡ്? ആ സെയിം സാധനം എവിടെ നിപ്പുണ്ട്? വാതിക്കെ നിൽക്കുക, പമ്മി നിൽക്കുക. കാരണം ഇതിന് മോഹങ്ങളുണ്ട്. ഈ മോഹം നിവർത്തിക്കാൻ ആരെ യൂസ് ചെയ്യും? നമ്മുടെ ശരീരത്തെ യൂസ് ചെയ്യും. Can you see? അതുകൊണ്ട് പാപമായിട്ട് കളിക്കല്ലേ. ഒത്തിരി ഐഡിയാസ് തരും. ഇതിൻ്റെ മോഹങ്ങൾ നിവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ എന്തു ചെയ്യും? നഗ്നനാന്ന് പറയുകയും ചെയ്യും, നമ്മളെ നിരാശനാക്കും. യൂദാ ഇസ്കറിയോത്തിക്ക് എക്സാമ്പിൾ. കർത്താവ് അവസരം കൊടുത്തോ? എൻ്റെ മേശയിൽ ഒന്നിച്ചിരിക്കുമ്പോൾ നിങ്ങളിൽ ഒരുവൻ പറയുമ്പോൾ യൂദയ്ക്ക് അവസരമുണ്ടോ? തെറ്റ് സമ്മതിക്കാമല്ലോ. എല്ലാവരും ചോദിക്കുന്നത് ഞാനോ ഞാനോ ഞാനോ. എൻ്റെ കൂടെ ആരും ചോദിച്ചു? യൂദയും ചോദിക്കുന്നുണ്ടോ? Am I the one? ചിന്തിച്ചു നോക്കിയ എൻ്റെ മനസ്സിന്റെ കട്ടി മനസ്സിലാകുന്നുണ്ടോ? മനസ്സിന്റെ കട്ടി. നീ പറഞ്ഞു, നിനക്ക് ഞാൻ അവസരം തന്ന മാനസാന്തരപ്പെടാൻ, പക്ഷെ നീ സ്വയമേ തീരുമാനിച്ചു. And then you are bold enough to ask, is it I? എന്നിട്ടും ക്ഷമ ചോദിക്കാമല്ലോ. എന്നിട്ടും ചോദിക്കുന്നില്ല. മനസ്സ് കട്ടിയാക്കിയാൽ ദൈവം പിന്നെ കട്ടിയാക്കും. ഫറോനോട് ചെയ്തപ്പോൾ നമ്മളോടും ചെയ്യും. യൂദാനോടും ചെയ്തു. നിനക്ക് അവസരം തന്നു, നീ മനസ്സിനെ കട്ടിയായി, നീ കട്ടിയാക്കിയിട്ടേ ഉള്ളൂ. നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആൻഡ് ദെൻ ഈ മനസ്സ് ദൈവം കട്ടിയായി ആക്കി കഴിഞ്ഞപ്പം അതിൻ്റെ ലക്ഷണം എന്തുവാ? തോട്ടത്തിൽ ചുംബിക്കാൻ വരിക. മനസ്സ് കട്ടിയാക്കി കഴിഞ്ഞിട്ട് ചുംബിച്ചു കഴിഞ്ഞോ? ഇനി പോ, ഓടുക. എങ്ങോട്ട് ഓടുക? കിട്ടിയ പൈസ അതെ, നീ ധൈര്യത്തോടെ പൈസ എടുത്തേ ഇല്ലയോ? നീ എന്തിനാ പൈസ എറിയാൻ പോകുന്നേ? കുറ്റബോധം തരും. പാപം കുറ്റബോധം തരും. പക്ഷെ ആ കുറ്റബോധം തരുന്നത് നമ്മളെ നശിപ്പിക്കാനാ. ലോകത്തിന്റെ ദുഃഖം എന്തോ കൊണ്ടുവരും? നിരാശ കൊണ്ടുവരും. ദെൻ ഓടി പൈസ എറിഞ്ഞിട്ട് പോയി എന്തോ ചെയ്തു? തൂങ്ങിച്ചാത്തു. ഫ്രം ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇന്ന് എത്ര പേർ ഇന്ന് ജയിലിൽ പോയി കിടക്കുന്ന ആൾക്കാർ, അവരെല്ലാം പ്ലാൻ ചെയ്തതല്ല. ആ സാഹചര്യം വന്നു, ദേഷ്യം കയറി, കത്തിയെടുത്ത് കൊന്നു, ജയിലിൽ കിടക്കുക. ഈ ജീവിതകാലം മുഴുവൻ എവിടാ? ജയിൽ. അതുകൊണ്ട് ആ വചനത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ പാപമായിട്ട് കളിക്കല്ലേ. ഇത് സിംഹം പോലെ നമ്മുടെ പുറകെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? പമ്മി നിൽക്കുക, അവസരം തപ്പി. ഈ കൈനെ ജസ്റ്റ് ഒന്ന് നോക്കിയ. ദൈവം അങ്ങനെ പറഞ്ഞോ? ഹവ്വയോട് സാത്താൻ വന്ന് ചെറിയ വിഷയം പറഞ്ഞതേ ഉള്ളൂ, സാത്താൻ വീണു, ഹവ്വ വീണു. റൈറ്റ്? ഇവിടെ ദൈവം കൈനോട് പറഞ്ഞിട്ടും അവൻ എന്തോ ചെയ്യുന്നില്ല. And then you see, അവൻ ആബേലിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? And then കൊണ്ടുപോയി സ്വന്തം സഹോദരനെ എന്തോ ചെയ്തു? കൊന്നിട്ടു റിഗ്രറ്റ്സ് ഇല്ല.
ദൈവം ചോദിക്കുന്നത് നിന്റെ സഹോദരൻ എന്ത് ചെയ്യാ? അന്നേരം പറയുന്നേ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? മനുഷ്യൻ എങ്ങനെയായിത്തീരുന്നു? ആരാ ചെയ്യിപ്പിക്കുന്നത്? ഇത് പാപം ചെയ്യിപ്പിക്കുക. ഇത് ചെയ്യിപ്പിക്കുന്നത് സാത്താൻ. പുറേ മനുഷ്യന്റെ അകത്ത് എന്തോ ഇട്ടു? പാപം ഇട്ടു. അതുകൊണ്ട് പാപത്തിന്റെ കൂടെ കളിക്കല്ലേ. ബി കെയർഫുൾ ഇൻ മൈ വാക്ക്. ആദം ഹവ്വയ്ക്കകത്ത് കയറിയോ? അവിടെ ഇനി ആദം ഹവ്വയുടെ മുമ്പ് കിടക്കുന്ന ശവന്മാരുടെയാ? ആര് കൊന്നതാ? തോട്ടത്തിൽ ഫലം കഴിച്ചതില്ലയോ? ക്യാൻ യു സീ ദ കോൺസിക്വൻസസ്? ആ ഒരു തെറ്റ് കാരണം ഇന്ന് ഭൂമി അനുഭവിക്കുന്നത്. അതുപോലെ ഞാൻ നടക്കേണ്ടി പോലെ നടന്നില്ല, എൻ്റെ തലമുറ അനുഭവിക്കും. That's why I have to be very careful. And then you see, ദൈവം ശപിച്ചോ? അവന് കൈനെ എന്തോ ചെയ്തു? ശപിച്ചു. And then you see later on നമ്മൾ നോക്കുന്ന ദൈവം മനുഷ്യന്റെ ആയുസ്. ഉൽപ്പത്തി 6:3 വായിച്ചേ. I'm just rushing. My spirit shall not always strive with man, for that he also is flesh, yet his days shall be 120 years. ആദമിന് 930 years. ഇനിയിപ്പോൾ ദൈവം പറയുന്നത്, ഇനിയിപ്പോൾ ഞാൻ നിനക്ക് കൂടുതൽ ആയുസ് തരുന്നില്ല. അന്ന് ഇട്ട വയസ്സാ 120. ദാറ്റ് ഡേ നമ്മളിത് കൂട്ടാൻ എത്ര ശ്രമിച്ചിട്ടും കുറയുന്നതേ ഉള്ളൂ. എന്താ? ഞാൻ നിനക്ക് കുറച്ച് സമയം തരുന്നത് എന്തിനു വേണ്ടി? എന്നെ മനസ്സിലാക്കുവാനാ, എൻ്റെ ഹിതത്തെ മനസ്സിലാക്കുവാനാ. നിനക്ക് നിന്റെ ബോധം വരുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് എന്തോ ഇല്ല. ഐ ഡോണ്ട് ഹാവ്. അന്നത്തെ ആൾക്കാർക്ക് അത്രയും ആയുസ് കൊടുത്തതിൻ്റെ കാരണം വേദോസ്തം ഇല്ല, പരിശുദ്ധാത്മാവില്ല, ദൈവത്തിൻ്റെ കംപ്ലീറ്റ് വെളിപ്പാട് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത്രയും ആയുസ്. നമുക്ക് ബൈബിൾ, പാസ്റ്റർ, പരിശുദ്ധാത്മാ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഡോണ്ട് എക്സ്പെക്ട് എ ലോങ് ലൈഫ്. ഇപ്പോൾ എനിക്ക് 40 44, ദാറ്റ് ടു ഈസ് ടു മച്ച്. ഇസ് ഇറ്റ് ട്രൂ? ഇതൊന്നും ഇല്ലാത്തവർക്ക് ദൈവം എത്രയാക്കി? 120 ആക്കിയെങ്കിൽ ഇത്രയെല്ലാം തന്നോർക്ക് ഡോണ്ട് എക്സ്പെക്ട് ഈവൻ 50 or 60. We should have been gone long time back. കാരണം ഇത്രയും നമുക്ക് എന്ത് തന്നു? അവസരങ്ങൾ തന്നു. ആ ബേസിസ് നമ്മൾ നോക്കണം. മാക്സിമം നിനക്ക് എത്ര? മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് ഓൾവേസ് സ്ട്രൈവ്. ഞാൻ നിനക്ക് ഇത്ര ആയുസ് തരുന്നത് പൈസ ഉണ്ടാക്കാനല്ല, എൻ്റെ ഹിതത്തെ മനസ്സിലാക്കി നിവർത്തിക്കാനാണ്. ഞാൻ ആരാന്ന് മനസ്സിലാക്കാനാണ് നിന്നെ ഈ ഭൂമിയിൽ അയക്കുന്നത്. തിന്നാൻ കുടിക്കാനല്ല. തിന്നാൻ കുടിക്കാനായിരുന്നെങ്കിൽ 4 കാലും ഒരു വാലൂടെ തന്നേനെ. We are here on this earth to know our Creator, not for anything else. അവനെ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം നിത്യതയുണ്ട്. അതിനൊരു പ്രിപ്പറേഷൻ ഗ്രൗണ്ടാ ഈ ഭൂമി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത്, ക്യാൻ യു സീ ഹൗ ഗോഡ് ഈസ് വർക്കിംഗ് വിത്ത് മാൻ? അവർക്ക് പ്രമാണമൊന്നും കൊടുത്തിട്ടില്ല. ആൻഡ് ദെൻ യു സീ ഹിം. അത് കഴിഞ്ഞിട്ട് നോഹ മുഖാന്തരം എന്ത് വായിച്ചു? ബിക്കോസ് ഇതിന് ഇറ്റ് ഈസ് ഡിക്കേയിങ് വെരി ഫാസ്റ്റ്. ഭൂമി പാപം എന്തോ ചെയ്തു? ഈ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഗോഡ് ഇന്റർവീൻസ് ആൻഡ് ക്ലീൻസ് ഇറ്റ് ഔട്ട്. ഒരു നോഹ പറഞ്ഞ നീതിമാനായിരുന്നോ? ആയിരുന്നു. എന്നിട്ട് നീതിമാനായ ഇവന്റെ മക്കൾ എന്തോ ഉണ്ടാക്കുക? ഗോപുരം ഉണ്ടാക്കുന്നേ കണ്ടോ? പാപികളെല്ലാം നശിച്ചു. വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ടല്ലേ ഇവർ ഗോപുരം ഉണ്ടാക്കുന്നേ? ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? പാപികളെല്ലാം തകർത്തല്ലോ. പാപികൾ പോയി, പക്ഷെ പാപം പോയിട്ടില്ല. നോയുടെ മക്കളിലെ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ക്യാൻ യു സീ ഹൗ പവർഫുൾ സിൻ ഈസ്? അതുകൊണ്ട് നമ്മുടെ മക്കളെ ദൈവവചനത്തിൽ നമ്മൾ നടത്തിയില്ലെങ്കിൽ, യു നോ ദ ഡിസ്ട്രക്ഷൻ. ഇന്ന് ജയിലിൽ കിടക്കുന്ന ഇവരും ആരൻ്റെ മക്കളില്ലയോ? അതുകൊണ്ട് ഇന്ന് അപ്പനമ്മമാർ കൂടുതൽ ഫോക്കസ് മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം. അവരെ ഹോർലിക്സും ബോൺവിറ്റായും വേണ്ടിയതെല്ലാം കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ പോകുന്ന പോക്കൊന്ന് നോക്കണം. സോ ദ സിമ്പിൾ തിങ് ഇസ്, ഗോപുരം ഉണ്ടാക്കി ദൈവം എന്തോ ചെയ്തു? നശിപ്പിക്കുന്നില്ല. വാട്ട് ഹാപ്പൻസ്? ഇവരെ ലോകം മുഴുവൻ ചെതറിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്ന ദൈവപുത്രിമാരെ, മനുഷ്യന്റെ പുത്രിമാരെ കണ്ടു. ഈ ദൈവപുത്രന്മാർ പറഞ്ഞ സ്വർഗദൂതന്മാരല്ല, സേത്തിന്റെ തലമുറ, കൈനിന്റെ തലമുറ. ദൈവപുത്രന്മാർ കാണുന്ന സേത്തിന്റെ തലമുറയാണ്.
അവരും കൈനിൻ്റെ തലമുറ ഒന്നിച്ചായപ്പോൾ ദൈവം ഇവരെ കൊല്ലുകയല്ല, ദൈവം എക്സ്ട്രാ ലാർജ് സൈസം കൊടുക്കുക. ആരാ ജനിക്കുന്നത്? ജയൻസ്, ഹ്യൂമൻ ബീയിങ്സ്, ബട്ട് ദേ ആർ ജയൻസ്. ദൈവത്തിൻ്റെ സ്വഭാവം കണ്ടോ? തോട്ടത്തിൽ നിന്ന് ശപിച്ചിട്ട് വെളിയിലിറക്കി കഴിഞ്ഞിട്ട് കൈന് കൊന്നിട്ട് ദൈവം കൊന്നില്ല. ഇവൻ്റെ മുഖം എന്തോ ചെയ്തു? put a sign. That means ഇവൻ്റെ മുഖം, it made him something like that no one will come close to him. അത് കഴിഞ്ഞിട്ട് ഇവരെ ദൈവം എന്തോ ആയുസ്സും കുറച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവരോട് എന്തോ ചെയ്തു? വെള്ളപ്പൊക്കം കൊണ്ട് അത് നശിപ്പിച്ചു, ഗോപുരം ഉണ്ടാക്കി, ഭാഷയും അത് ചെയ്തു. ആൻഡ് ക്യാൻ യു സീ എക്സ്ട്രാ ലാർജ് സൈസും കൊടുത്തു. ദൈവമായിട്ട് കളിക്കല്ലേ. ലോത്തിൻ്റെ ഭാര്യ എങ്ങനെയാ കൊന്നേ? ഉപ്പിൻ്റെ ഒരുത്തൻ്റെ മരണം മറ്റവർക്കൊരു പാഠമാണ്. That's how God teaches. And then you see നോയുടെ ഇവരെ ലോകം മുഴുവൻ ചിതറിച്ചോ. അത് കഴിഞ്ഞിട്ട് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ പ്രവൃത്തി 7-ാമത്തെ അധ്യായം. സ്തേഫാനോസിന്റെ പ്രസംഗം അതിൻ്റെ 2-3. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾക്കുകയും, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചിരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദേരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. സോ ഇവിടെ നമ്മൾ നോക്കുന്ന ആദാം തൊട്ട് അബ്രഹാം വരെയുള്ള സമയം. ദൈവം എങ്ങനെ മനുഷ്യനോട് ഡീൽ ചെയ്യുന്നത്? തോട്ടത്തിൽ നിന്ന് വെളിയിലിറക്കി, പ്രത്യാശ കൊടുത്തോ? സ്ത്രീയുടെ സന്തതി വരും. ഓർത്ത കൈൻ തന്നെ ആയിരിക്കും. നോ, അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മനുഷ്യനെ പഠിപ്പിക്കുക, ആയുസ്സും കുറച്ചു. ഇനിയിപ്പം ഊരി താമസിക്കുന്ന ഒരുവനെ വിളിക്കുക. നോഹ മുഖാന്തരം പെട്ടകം ഉണ്ടാക്കി, ഒരു കുടുംബത്തെ രക്ഷിച്ചു. അവർ മുഖാന്തരം 3 മക്കൾ, ഷേം, ഹാം, യാഫെത്ത്. ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഈ 3 വന്നത്. നമ്മളെല്ലാം ആരാ? ഹാമാണോ? നമ്മളെല്ലാം ആരാ? അല്ല, ഷേം, ഹാം, യാഫെത്തില് നമ്മളെല്ലാം എവിടെന്നാ? 3 മക്കളായി. ലോകത്തിൽ ഈ 3 ചേസീസാ ദൈവം ഉണ്ടാക്കിയത്. നമ്മൾ ആദ്യമേ ഈ വെള്ളക്കാരൻ നമ്മളെല്ലാം ഷേമാ. വെള്ളക്കാരന് നമ്മളെ നോക്കിയാൽ കളർ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ ഫേഷ്യൽ ഫീച്ചർ, നമ്മുടെ ചേസിസ്, ഇതെല്ലാം എങ്ങനെയാ? ഒരുപോലെ. നമ്മളെല്ലാം ഷേമ. അടുത്തത് യാഫേത്ത് പറയുമ്പോൾ ഈ മംഗോളിയൻസാ, ഈ റൗണ്ട് ഫേസ്. ഫിലിപ്പീനോസ്, ജാപ്പനീസ്, കൊറിയൻസ്, ചൈനീസ്, നമ്മുടെ നാഗാലാൻഡ്, മിസോറാം, ഇവരെല്ലാം ഏതാ? ഇവരുടെ ചേസി ഏതാ? ഇവരുടെ കണ്ണും ചെറിയതാ. 3ാമത്തതാ ഈ ഹാം പറഞ്ഞ ആഫ്രിക്കൻസ്. അവരുടെ ഫേസ് സ്ട്രക്ചർ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ഈ 3 സ്ട്രക്ചറാണ്. ഒന്ന് ഷേം, മറ്റേത് യാഫേത്ത്, 3ാമത്തേതാ ഹാം. ശപിക്കപ്പെട്ടവൻ ആരാ? ഹാമും ഹാമിൻ്റെ സന്തതി കനാൻ. സോ ഈ 3 ലോകം മുഴുവൻ സ്പ്രെഡ് ഔട്ട് ആയിരിക്കുന്നത്. ഇനി ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയപ്പം ദൈവം ഒരു അബ്രഹാമിനെ എവിടെ താമസിക്കുന്നവനാ? ഊരി താമസിക്കുന്നവനാ. അവിടുന്ന് സന്തതി ഇല്ലാത്തവനെ അവനൊരു വാക്ക് കേൾക്കുന്നുണ്ട്. എന്തുവാ വാക്ക്? 3ാമത്തെ വാക്യം, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അവനെ ഊരിന്ന് കാണിച്ചറിഞ്ഞ ദേശത്തിൽ പോകാൻ ഒരുവൻ ശബ്ദം കേൾക്കുക. അവന് സന്തതിയില്ല. വായ്. ബൈബിളിന്റെ പുറേ മാപ്പ് കാണുമല്ലോ, ഇത് മാപ്പ്. ഊർ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഇറാഖാ. ഇവിടെ താമസിക്കുന്നവൻ. അവിടെ നിന്ന് ദൈവം അവനെ എങ്ങോട്ട് കൊണ്ടുവരിക? കനാനിലേക്ക് കൊണ്ടുവരിക. നീ എന്തിനാ ഇവനെ, ഒരാളെ സന്തതി ഇല്ലാത്തവനെ ദൂരത്ത് നിന്ന് വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്നേ? നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ, അബ്രഹാമിന്റെ തൊഴിൽ എന്തുവായിരുന്നു? ബൈബിളിൽ എവിടെ എഴുതിയിട്ടുണ്ട്? ബൈബിളിൽ എങ്ങും ഇല്ല. അബ്രഹാമിന്റെ തൊഴിൽ ഇവർ ആട്ടിടയന്മാരാ, ദേവീദേവന്മാരെ ഉണ്ടാക്കി വിൽക്കുന്നവരല്ല. യോശുവയുടെ സമയത്ത് പറയുന്ന ഇവർ ദേവീദേവന്മാരെ ആരാധിച്ചവരാ, വിൽക്കുന്നവരല്ലായിരുന്നു. സമ്മൺ സെഡ് സംതിങ്, നമ്മളത് പറഞ്ഞുകൊണ്ട് നടക്കും. യാക്കോബ് ഫറോന്റെ മുമ്പേ നിന്നപ്പോൾ അവൻ പറയുന്നത് ഞങ്ങൾ എന്തുവാ? ആട്ടിടയന്മാരാ, വിഗ്രഹങ്ങൾ വിൽക്കുന്നവരല്ല. സോ വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സേസ് ആൻഡ് വാട്ട് വി ബിലീവ്. സോ ഇവർ ആട്ടിടയന്മാരെ എവിടെ നിന്ന് കൊണ്ടുവരുക? ഊരിന്ന് കനാനി കൊണ്ടുവരുന്നതിൻ്റെ കാരണം ഒറ്റയൊരു കാരണമേ ഉള്ളൂ,
ഒരു ബെത്ലഹേമുണ്ട്, ഒരു ഗോൽഗോഥ ഉണ്ട്. സ്ത്രീയുടെ സന്തതി വരുമെന്ന് പറഞ്ഞല്ലോ. ആ സന്തതിക്ക് വരാൻ വേണ്ടി ദൈവം മുമ്പേ തന്നെ എന്തോ ചെയ്യാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പദ്ധതി. ഒരുത്തനെ അവിടുന്ന് വിളിച്ച് എവിടെ കൊണ്ടുവരുക? ഇവിടെ കൊണ്ടുവന്നു. അതും മനസാക്ഷി യുഗത്തിലുള്ളവൻ. ദൈവം അവനോട് എങ്ങനെ പെരുമാറുക? കനാനി വന്നോ? കനാനി വന്നപ്പോൾ ക്യാൻ യു സീ ദ സീൽ ഓഫ് ഗോഡ്? ഈ അബ്രഹാം, ഞാൻ പോവുക. ഈ അബ്രഹാം എവിടെ പോയി? ഹാരാനി വന്ന് പാർത്തോ? അവനോർത്തത് അവിടെ തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് തട്ടി പിതാവിനെ മാറ്റി എവിടെ കൊണ്ടുവന്നു? കനാൻ. ഇവിടെ ഒരു ക്ഷാമം വന്നപ്പോൾ എങ്ങോട്ട് പോവുക? മിസ്രൈമിൽ ചെന്നപ്പം അവിടെ അബ്രഹാം ഫറവോന്റെ ആളീനായിരിക്കുക. ദൈവം ആരെ പിടിച്ചു? ഫറവോനെ പിടിച്ച് ഇവനെ തിരിച്ചു കൊണ്ടുവന്നു. ഈ അബ്രഹാമിനെ തല്ലാത്തതിൻ്റെ കാരണം ഇവനൊരു ശിശുവാ. ഹി ഡസന്റ് നോ എനിത്തിങ് മച്ച്. മനസാക്ഷി യുഗത്തിലുള്ള ആൾക്കാരുമായിട്ട് ദൈവത്തിൻ്റെ ഡീലിംഗ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും ഇന്ന് വിക്കാരം വിശ്വാസികൾ ദേശേ കർത്താവ് അവരെ അനുഗ്രഹിച്ചപ്പോൾ കർത്താവ് എന്നെയും അനുഗ്രഹിക്കണം. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ പുറകെ ചാകുന്ന ഇപ്പം. ജസ്റ്റ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്, മനസാക്ഷി യുഗത്തിലുള്ള ആൾക്കാരുമായി ദൈവം ചെയ്ത ഡീലിങ്സ്, ഹൗ ഹി ഡെൽറ്റ് വിത്ത് ദം. നമ്മളോട് അങ്ങനെയല്ല ദൈവം പെരുമാറുന്നത്. ജസ്റ്റ് അതിന് can you see ഏജ് ഓഫ് കോൺഷ്യൻസിലെ അബ്രഹാമിൻ്റെ സ്ഥിതി എങ്ങനെയായിരുന്നു? ഹി വാസ് ലൈക്ക് ദിസ്. ആദം തൊട്ട് മോശ പ്രമാണം കിട്ടുന്നവരെ ആൾക്കാരുടെ സ്ഥിതി എങ്ങനെ? ദേ ആർ ഇന്നോസെന്റ്. ഇറ്റ്സ് ദി ഏജ് ഓഫ് ഇന്നോസെൻസ്. കോൺഷ്യൻസ്, നോട്ട് ഇന്നോസെൻസ്. ഇന്നോസെൻസ് എന്തോ ഏതൻ തോട്ടത്തിൽ വീഴുന്ന മുമ്പേ ആ ഇന്നോസെൻസ്. വീണ് കഴിഞ്ഞിട്ട് യുഗം ഏതാ? ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് എങ്ങനെ? അവൻ്റെ മനസാക്ഷി മുഖാന്തരം. അബ്രഹാം മനസാക്ഷിയുടെ ശബ്ദം കേട്ട് നടന്നവനാ. ക്യാൻ യു ഇമാജിൻ? നമുക്ക് പരിശുദ്ധാത്മാവും വേദോസ്തവും പാസ്റ്ററും എല്ലാം ഉണ്ടായിട്ട് നടക്കാൻ പാടാ. അബ്രഹാമിനെ കണ്ടോ? ഇവൻ കനാനി ചെന്നിട്ട് ദൈവം ഇവനെ അടിക്കുന്നില്ല. കാരണം ഇവൻ അറിയത്തില്ല. ക്ഷാമം വന്നതേ ഉള്ളല്ലോ, പോയതാ. സാരമില്ല, അവിടെ നിന്ന് അടിച്ച് എങ്ങോട്ട് കൊണ്ടുവന്നു? Can you see? So innocent. ദൈവം പറയുന്നത് അങ്ങനെ തന്നെ. ദൈവം എനിക്ക് മക്കളില്ല എന്നാ വെളിയിൽ ചെന്ന് എന്തോ കാണിച്ചു, നക്ഷത്രം കാണിച്ചു. ഇവൻ എന്തോ ചെയ്തു? വിശ്വസിച്ചു. നീ എന്തോ പറയുന്നു? ശിശുക്കൾ പോലെ എന്തോ ഉണ്ട് ഇവർക്ക്, വിശ്വാസവും ഉണ്ട്. They are so sincere. തെറ്റുകൾ can you see? ആബേൽ, ഏനോക്ക്, നോവ, അബ്രഹാം, യോസഫ്, ജേക്കബ്, യോസഫ്, മോശ തെറ്റുകൾ ചെയ്തോ? അടിച്ചില്ലല്ലോ. എന്താ? ദൈവം നോക്കുമ്പോൾ എങ്ങനാ? നടക്കാൻ കഴിയത്തില്ല, ഇവരെ എടുത്തോണ്ട് നടക്കണം. മനസ്സിലായ? അതുകൊണ്ട് നിങ്ങൾ നോക്കിയേ, എക്സോഡസ് ചാപ്റ്റർ 19 19:4. Ye have seen what I did unto the Egyptians, and how I bare you on eagle's wings, and brought you unto myself. Okay, മലയാളത്തില് ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടാൽ. അത്രയും മതി. ഞാൻ നിങ്ങളെ നടത്തിയ നിങ്ങളെല്ലാം എന്തോ ചെയ്തു? കഴുകന്മാരുടെ ചിറകന്മേൽ വഹിച്ചു. ഇവർക്ക് നടക്കാൻ വയ്യാലോ. They can't walk. So what is God doing? കയ്യിലെടുത്ത് നടത്തുക. അബ്രഹാമിന്റെ ചിന്ത ജസ്റ്റ് ലുക്ക് അറ്റ്, കമ്പയർ യുവർ സെൽഫ് വിത്ത് അബ്രഹാം. അവന് കനാനി വന്നപ്പോൾ അവൻ സ്വന്തം വീട് ഉണ്ടാക്കാമോ? താമസിക്കാമല്ലോ. ബട്ട് നോ, എനിക്ക് വേണ്ട. ദൈവം ഉടമ്പടി ചെയ്തോ? അബ്രഹാമിനോട് 2 പ്രാവശ്യം സ്വന്തം ഭാര്യയെ കൊടുത്തോനാ. Can you see how God is tough with Abraham? ഉൽപ്പത്തി 22 ദൈവം പറയുന്നുണ്ടല്ലോ, നീ സ്നേഹിക്കുന്ന. അടുത്ത ജെനസിസ് 22 22:2.
അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്സാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തിൽ ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്നാണ് ചെയ്തത്. ഇവിടെ നമ്മൾ അബ്രഹാമിനെ ജസ്റ്റ് ലുക്ക് അറ്റ് എബ്രഹാം. നമ്മൾ അബ്രഹാമിനെ അല്ല നോക്കുന്നത്, ദൈവം മനസാക്ഷി യുഗത്തിൽ മനുഷ്യനെ നടത്തുന്ന രീതി. മിസ്രൈമിൽ പോയോ? തിരിച്ചു കൊണ്ടുവന്നോ? എന്താ ഫറോനെ പിടിച്ചത്? ഇവനെ ഞാൻ ഊരിന്ന് ഇവിടെ കൊണ്ടുവന്നു, നിനക്കൊരു പാരി തരാനല്ല. ആര് വരേണ്ടിയതാ? സ്ത്രീയുടെ സന്തതി വരേണ്ടിയതാ. അതിന്റെ സ്റ്റെപ്പ് 1 ഈസ് ഐസക്. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ദൈവം വിശ്വസ്തനായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കാരണം നമ്മളെ ഒരു പദ്ധതി വെച്ച് വിളിച്ചതാ, സിൻസിയറാ. സോ ഗോഡ് ബ്രിങ്സ് ഹിം ബാക്ക്. ഇവിടെ ലോത്തിന്റെ കയ്യിൽ അബ്രാം എന്തോ കൊടുത്തു? നീ ഈസ്റ്റിൽ പോയാൽ ഞാൻ എങ്ങോട്ട് പോകും? വെസ്റ്റ്, നോർത്ത്, സൗത്ത്, അതിൽ പോകും. ലോകത്തിന് ഏറ്റവും നല്ല യോർദാനിന്റെ ആ സ്ഥലം കണ്ടു. ഹി വെന്റ് ദേർ ആൻഡ് ദൈവം ഉടനെ വന്ന് അബ്രാമിനോട് പറയുന്നത് എന്തുവാ? എടാ എഴുന്നേക്കടാ, can you just get up? പറഞ്ഞോ, തല പൊക്കി നോക്ക്, ഇതെല്ലാം നിനക്കൊള്ള, അവന് വേണ്ടിയല്ല. അബ്രാമിന് ഇതൊന്നും വേണ്ട. അബ്രാം ആരെ നോക്കി നടക്കുക? മനസാക്ഷി യുഗത്തിലുള്ളവൻ. അവനെല്ലാം കൊടുത്തിട്ടും അവൻ ഇതൊന്നും വേണ്ട. നമുക്ക് ഒന്നും തന്നിട്ടില്ല, എന്നിട്ട് നമുക്കെല്ലാം വേണം. അബ്രാമിനോട് സ്വർഗത്തിൽ സിയോനിൽ വാസസ്ഥലം ഉണ്ടാക്കുന്നു ദൈവം പറഞ്ഞിട്ടില്ല. അവന് അബ്രാമിന് ദൈവം ഈ പുസ്തകം എടുക്കുന്ന ഇത് അബ്രാമിന്റെ രജിസ്ട്രേഷൻ പേപ്പർ ആണോ? സ്ഥലം അളന്നു കൊടുത്തോ? മിസ്രൈമിലെ നീൽ നദി മുതൽ പറഞ്ഞോ, കൊടുത്തിട്ടുണ്ടോ? Can you take it? Genesis 15 verse 18. The same day the Lord made a covenant with Abram, saying, Unto thy seed have I given this land, from the river of Egypt unto the great river, the river Euphrates. മലയാളത്തില് വായിച്ചേ, മലയാളത്തില്. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രൈം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ അത്ര മതി. മിസ്രൈമിലെ നീൽ നദി മുതൽ ഇറാഖിലെ ഫ്രാത്ത് നദി വരെ. ഇന്ന് ലോകത്തിലെ ആ ഒരു നദിയേ ഉള്ളൂ. ഏതൻ തോട്ടത്തിൽ ഒഴുകിയ 4 സ്ട്രീംസിൽ ഈ ഭൂമിയിൽ ഇന്ന് ഒന്നേ ഉള്ളൂ. അത് ഇന്നും ഒഴുകുന്നതിന്റെ കാരണം ബാക്കി എല്ലാത്തിൻ്റെ ഒഴുക്ക് നിന്നു. ഫ്രാത്ത് ഇന്ന് വരെ ഒഴുക്ക് നിൽക്കാത്തതിൻ്റെ കാരണം ദൈവം വെച്ചേക്കുന്ന വേലിയാ. ഈ സ്ഥലം തിരിച്ച് കിട്ടുന്നവരെ ഫ്രാത്ത് ഉണങ്ങത്തില്ല, ബാക്കിയെല്ലാം ഉണങ്ങും. അബ്രാമിന് ദൈവം വെച്ചിരിക്കുന്ന, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ് ഓഫ് ഗോഡ്? ദൈവം വെച്ചേക്കുന്നേ. അഥവാ ഈ ഫ്രാത്ത് ഉണങ്ങിയാൽ ഇസ്രായേലിന് പിടി കിട്ടും എവിടെ വരെയാണ്? ഇന്നും അത് ഒഴുകിക്കൊണ്ടിരിക്കുക. വായ്, അന്ന് അബ്രാമിന് കൊണ്ട് കൊടുത്ത ചുണ്ണാമ്പ് കൊണ്ട് വരച്ച വരയാ. നമുക്ക് ഇതുവരെ ആ ചുണ്ണാമ്പ് മായ്ക്കാൻ ഇല്ലേ? നമ്മളൊരു സ്ഥലം വാങ്ങിച്ചാൽ ചുണ്ണാമ്പ് കൊണ്ടില്ലയോ അതിനെ മാർക്ക് ചെയ്യുന്നത്? ക്യാൻ യു സീ ഗോഡ് മാർക്കിംഗ്? വായ്, നീ നല്ലവനായതുകൊണ്ടല്ല, സ്ത്രീയുടെ സന്തതി വരാനാ. ലോകം മുഴുവൻ ഇസ്രായേലിനെ അവിടെ മാറ്റാൻ എന്തോ ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. നമ്മൾ എത്ര ചെയ്താലും ഇസ്രായേൽ അവിടെ ഉണ്ട്. ഇപ്പം അത് തന്നെ സ്പ്ലിറ്റ് ചെയ്യാനാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ അമേരിക്കയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ജോൺ കെറി ഒക്കെ ചെന്ന് സർക്കസ് എല്ലാം ചെയ്തു, എന്നിട്ടും ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. വായ്, ഇവനുള്ള സ്ഥലം ആ കനാൻ അത്രയും മാത്രമല്ല, ഇനി ഒത്തിരി പിടിച്ചെടുക്കാൻ പോകുന്നുണ്ടോ ഇവൻ? ഈജിപ്ത് തൊട്ട് ഇറാഖ്, ഇതിന്റെ ഇടയ്ക്ക് സിറിയ, ജോർഡൻ, കുന്നോ എല്ലാം കയറും, എല്ലാം പോവും. അതെല്ലാം ആരുടേതാ? ഇവന്റേതാ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അബ്രഹാം ദൈവത്തോട് ചോദ്യം ചോദിച്ചു, എനിക്ക് നാട് കിട്ടുമെന്ന് എങ്ങനെ അറിയാം? ഹി ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ, റൈറ്റ്? 15 15:7, 15:8. കർത്താവായ യഹോവേ, അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാം എന്നാണ് ചോദ്യം. ഒരു സിമ്പിൾ ചോദ്യം, എനിക്ക് എങ്ങനെ അറിയാം? അതിന് ദൈവം പറഞ്ഞത് എന്തുവാ? ആ മൃഗങ്ങളെ അടക്കാൻ പറഞ്ഞു. റൈറ്റ്? നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു വിഷയം, അബ്രഹാം ആ പക്ഷിയെ പിളർക്കാത്തോണ്ട് ദൈവം ഇവരെ എവിടെ അയച്ചു? മിസ്രൈമിൽ അയച്ചു. അത് സാധാരണ വിക്കാരം എല്ലാം ചിന്തിക്കുന്ന വിഷയമാണ്. ചിന്തിച്ചൊന്ന് നോക്കിയേ, ഇതിനെക്കാട്ടും വലിയ അബദ്ധം 2 പ്രാവശ്യം അവൻ ചെയ്തതാ. അതെന്തുവാ?
സ്വന്തം ഭാര്യയെ അതിന് വല്ല ശിക്ഷാവിധി കിട്ടിയോ? ഈ ഒരു ചെറിയ പക്ഷിയെ പിളർക്കാത്തോണ്ടാണ് 400 വർഷം കൊടുക്കുന്നത്. യു നീഡ് ടു ബി ക്രേസി ടു ബിലീവ് ദാറ്റ്. ഇത് അബ്രഹാം ചോദിക്കുന്ന വിഷയം എന്തുവാ? എനിക്ക് ഈ നാട് കിട്ടുമെന്ന്. കാരണം അബ്രഹാം കനാനി വന്നപ്പം കനാൻ ഖാലിയല്ല, ഇവിടെ 10 രാജ്യങ്ങളുണ്ട്. ആ 10 രാജ്യങ്ങളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പം അബ്രഹാമിന് ഇതിൻ്റെ ഇവൻ എങ്ങനെയാ താമസിക്കുന്നത്? ഇവൻ ആസ് എ ട്രാവലർ. സോ ഹീ ഈസ് ആസ്കിങ് ഹൗ വിൽ ഐ നോ നീ കനാൻ എനിക്ക് തരുമെന്ന്. അന്നേരം ദൈവം പറഞ്ഞ് ഈ മൃഗങ്ങളെല്ലാം എടുക്കാം. എടുത്ത 9 അവനവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. എത്ര പ്രായമുണ്ട്? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ അന്ന് എടുത്ത ആട്ടിൻകുട്ടിക്ക് എത്ര പ്രായമുണ്ട്? 1 വയസ്സ്. ഇവിടെ എടുക്കുന്നത് 3 വയസ്സ്. ഇതിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതിനെല്ലാം എടുത്തു. അതിന്റെ താഴെ വായിക്കുന്ന 10ാമത്തെ വാക്യം, ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് പൊത്ത നടുവെ ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു, പക്ഷികളുടെയോ അവൻ പിളർന്നില്ല. നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടാ പറയുന്നത്, പക്ഷിയെ പിളർക്കാത്തോണ്ട് 400 വർഷം പ്രവാസത്തിലായിരുന്നു. സിമ്പിൾ നമ്മൾ മനസ്സിലാകേണ്ടി. ഇത് യാഗമല്ല അർപ്പിക്കുന്ന, ഈ ദൈവമായിട്ടുള്ള ഉടമ്പടിയാണ്. കവനന്റ് പറയുമ്പോൾ ഇറ്റ്സ് എ ഡീൽ മേക്കിംഗ്. വാഗ്ദാനം, ഉടമ്പടി, ഇത് രണ്ടിലും വ്യത്യാസമുണ്ട്. ഉടമ്പടി ആകുമ്പോൾ ഇത് രണ്ടും ഉള്ള എഗ്രിമെന്റ് 2 പേർക്കും ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്. ചെയ്തില്ലെങ്കിൽ മറ്റേ വ്യക്തി ആ ഭാഗം ചെയ്യത്തില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഞാനിപ്പം സ്റ്റീഫൻ ബ്രദർ എനിക്ക് ഈ വീട് വിൽക്കുകയാണെങ്കിൽ ദർ ഇസ് എ അഗ്രിമെന്റ്. ഇത്രയും പൈസ തന്നാൽ വീട് കിട്ടും. ഞാൻ പൈസ തരുന്നില്ലെങ്കിൽ എന്തോ കിട്ടുന്നില്ല, വീട് കിട്ടുന്നില്ല. അതേ സമയത്ത് യു ആർ പ്രോമിസിങ് മീ, ഞാൻ ഈ വീട് പാസ്റ്ററിന് അങ്ങ് തരാമെന്ന് പറഞ്ഞാൽ ഞാനൊന്നും കൊടുക്കണ്ട. ഇത് വാഗ്ദാനമാണ്. സോ ഇത് അബ്രഹാം ഇവിടെ ചെയ്യുന്ന യാഗം അർപ്പിക്കുകയല്ല, ദൈവമായിട്ടുള്ള എന്തുവാ? ഉടമ്പടി. ചോദ്യം എന്തുവാ? എനിക്ക് എങ്ങനെ അറിയാം ദിസ് ലാൻഡ് ഐ വിൽ ഗെറ്റ്? വാട്ട്സ് ദ ഗ്യാരണ്ടി ഫോർ ദാറ്റ്? ബിക്കോസ് ഞാൻ ഇവിടെ വന്നപ്പോൾ നീ പറഞ്ഞ പോലെ ഞാനിവിടെ എത്തി. നീ മിസ്രൈമിൽ നിന്നെല്ലാം തട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നു. എനിക്ക് എങ്ങനെ അറിയാം? പ്ലസ് ഈ യുദ്ധം ചെയ്തപ്പോൾ ബാക്കി എല്ലാത്തിനും ഞാൻ ഓടിച്ച് ലോകത്തിനെയും തിരിച്ചു കൊണ്ടുവന്നു. ഹൗ വിൽ ഐ നോ? ഫൈൻ, നീ ഭാരപ്പെടണ്ട. എൻ്റെ പദ്ധതി ഞാൻ നിനക്ക് പറഞ്ഞു തരിക. വാട്ട്സ് ദ പ്ലാൻ? ഈ മൃഗങ്ങളെ എല്ലാം വയസ്സ് എത്ര ഉണ്ട്? 3. 3ന്റെ അർത്ഥം ഈ മൃഗങ്ങളുടെ കംപ്ലീറ്റ് ബലത്തിന്റെ സമയമാണ്. കംപ്ലീറ്റ് 1 വയസ്സ് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് സ്ട്രോങ്. ബട്ട് വെൻ 3 ഇറ്റ് ഷോസ് ദി ആനിമൽസ് ആർ അറ്റ് ഫുൾ സ്ട്രെങ്ത്. ഈ മൃഗങ്ങൾ ആരെ കാണിക്കുന്നു? അവിടെ വസിക്കുന്ന രാജ്യങ്ങളെ കാണിക്കുന്നു. ഈ പ്രാവ് ആരെയാ കാണിക്കുന്നത്? ഇസ്രായേൽ മക്കളെയാ കാണിക്കുന്നത്. അതിനെ പിളർക്കാനൊക്കത്തില്ല. ബാക്കി രാജ്യങ്ങളെ ഞാൻ പിളർക്കും, പക്ഷെ ആരെ പിളർക്കത്തില്ല? ഇസ്രായേലിനെ പിളർക്കത്തില്ല. പ്ലസ് യാഗം അർപ്പിക്കുമ്പോഴും ലേവ്യർ 1ാമത്തെ അധ്യായം വായിച്ച പക്ഷിയെ പിളർക്കാൻ അനുവാദം ഇല്ല. ഈവൻ ഫോർ സാക്രിഫൈസ് യു ആർ നോട്ട് സപ്പോസ് ടു സ്പ്ലിറ്റ് ദി ബേർഡ്സ്. സോ ഇത് ഇവിടെ പിളർന്ന് എല്ലാവരെയും പിളർന്നു കഴിഞ്ഞപ്പോൾ എന്തുവാ? 11ാമത്തെ വാക്യം, ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സോ ഈ റാഞ്ചി പക്ഷികൾ വരുമ്പോൾ അബ്രഹാം എന്തോ ചെയ്യുക? ഓടിക്കുക. അതിന്റെ അർത്ഥം അബ്രഹാം കനാനി വന്നപ്പോൾ ബാക്കി രാജാക്കന്മാർ വന്നായിരുന്നോ ഇവിടെ യുദ്ധത്തിന്? 14ാമത്തെ അധ്യായത്തിൽ there was a big battle, right? അവർ യുദ്ധത്തിന് വന്നതിന്റെ കാരണം ആ രാജാക്കന്മാർ ഈ കനാനിലെ രാജാക്കന്മാരുടെ പുറത്ത് ഭരിക്കുകയായിരുന്നു. ഇവിടുന്ന് ടാക്സ് മേടിക്കുന്നുണ്ടായിരുന്നു. 12 വർഷം അടിമയായിരുന്നപ്പോൾ ഇവർ now they rebelled. അവർ പറഞ്ഞു ഇനി അടിമയല്ലാത്തതുകൊണ്ട് തിരിച്ച് ഇവരെ അടിമയാക്കാൻ അവർ തിരിച്ചു വന്ന് ഇവരെ എല്ലാം പിടിച്ചോണ്ട് പോയപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ആരും പോയി, ലോത്തച്ചായനും പോയപ്പം ദൈവം പറയാതെ ഓടിയത്? അബ്രഹാം ഓടി ഇവരെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ഇസ് ഇറ്റ് ട്രൂ? തിരിച്ചു കൊണ്ടുവന്നു. അന്നേരം രാജാവ് പറഞ്ഞു നീ എല്ലാം എടുത്തു. അബ്രഹാം പറഞ്ഞു എനിക്കൊന്നും വേണ്ട, മെൽക്കീസേദെക്ക് പറഞ്ഞു. ദാറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. പക്ഷെ റാഞ്ചൻ പക്ഷികൾ വന്നു, നീ അവരെ എന്തോ ചെയ്തു? ഓടിച്ചു. വന്നതാ, ഇതുവരെ നടന്ന സംഭവം ഇതാ. സോ ഇനിയിപ്പോൾ ആരെങ്കിലും ഈ കനാനിൻ്റെ പുറത്ത് വാഴാൻ വരുമോ? ഉടമസ്ഥൻ വന്നു കഴിഞ്ഞു. ആരാ? ഈ വല്യപ്പൻ. And he is showing through his life that he is the one who will possess it. താമസിക്കുന്ന എവിടാ? കൂടാരത്തിൽ.
ഇന്ന് നമ്മുടെ ഈ ആച്ചാര്യന്മാർ പാസ്റ്റർമാരെല്ലാം പറയുന്നത് നമ്മൾ രാജാക്കന്മാരായി നമ്മുടെ തുണിയും വീടും മുഖാന്തരം കാണിക്കണമെന്ന്. നമ്മുടെ തുണിയും വീടല്ല കാണിക്കുന്നത്, നമ്മൾ രാജാക്കന്മാരാണ്, നമ്മുടെ നടപ്പാ കാണിക്കുന്നത്. റാഞ്ചൻ പക്ഷി വന്നാൽ അതിനെ എന്തോ ചെയ്യുക? ഓടിക്കുക. ഈ സാത്താൻ്റെ പുറത്ത് ജയം പ്രാപിക്കുന്ന രാജാവിൻ്റെ ലക്ഷണം വീടും വണ്ടിയല്ല. അബ്രാമിന് വാഗ്ദാനം കിട്ടിയതാ, അവനല്ലയോ കനാൻ കൊടുത്തേക്കുന്നേ. പക്ഷെ അവൻ താമസിക്കുന്ന എവിടാ? കൂടാരത്തിൽ. പക്ഷെ അവൻ ആ അധികാരി എങ്ങനെ കാണിക്കുക? യുദ്ധത്തിൽ പോയി എന്തോ ചെയ്തു? അവൻ്റെ ബലം കണ്ടപ്പോൾ അബിമലേക്ക് തന്നെ വന്ന് എന്തോ ചെയ്തു? ഉടമ്പടി ചെയ്തോ? കാരണം അവനറിയാം ഇവൻ്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ആൻഡ് ദെൻ യു സി, റാഞ്ചൻ പക്ഷി ഓടിച്ചോ. അതിൻ്റെ താഴെ 12-ാമത്തെ വാക്യം. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അത്ര മതി. ഇവിടെ അന്ധകാരം വന്ന് സൂര്യൻ എന്തോ ചെയ്തു? അതിന്റെ അർത്ഥം, അബ്രഹാമേ, നിന്റെ ശരീരം ക്ഷീണിക്കുന്ന ഒരു സമയമുണ്ട്, സൂര്യൻ അസ്തമിക്കും. നീ ഉള്ള സമയം വരെ ഒന്നും സംഭവിക്കത്തില്ല. നീ പോയി കഴിഞ്ഞാൽ ഒരു ഗാഢ നിദ്ര. ഇറ്റ്സ് എ ഡാർക്ക്, എന്തുവാ? ഡീപ് സ്ലീപ്പ്. ഇറ്റ്സ് എ ഡീപ് സ്ലീപ്പ്. അത് കഴിഞ്ഞ് നടക്കുന്ന ഒരു അന്ധകാരത്തിന്റെ സമയമാണ്. ആ അന്ധകാര സമയത്തിൽ നോ ഫോർ ഷ്യൂർ നിന്റെ സന്തതി എവിടെ കാണും? അവിടെ എഴുതിയിരിക്കുന്നേ, സോൾജനർ ഇൻ എ ലാൻഡ് ദാറ്റ് ഈസ് നോട്ട് theirs. അവരവിടെ എങ്ങനെ താമസിക്കും? നീ പോയി കഴിഞ്ഞാൽ ഇവർ ഇവിടെ താമസിക്കുന്നത് എങ്ങനെയായിരിക്കും? ആസ് sojourners. And then and they shall afflict them how many years? 400 years. ഇവിടെ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. കിളിയെ പിളർക്കാത്തോണ്ടായിരുന്നെങ്കിൽ ശിക്ഷ ആർക്ക് കിട്ടണം? അബ്രാമിന് ശിക്ഷ വല്ലതുണ്ടോ? അബ്രാമിന് ഒരു ശിക്ഷയില്ല. ദൈവം എങ്ങനത്തെ ദൈവമാണ്? തെറ്റ് ചെയ്യുന്നവന് ഒരു ശിക്ഷയില്ല, തെറ്റ് ചെയ്യാത്തവരെയാണ് ശിക്ഷിക്കുന്നത്. ഇതാ കിളിയെ പിളർക്കമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവരെ വൈ സർജനേഴ്സ്? കാരണം ഇവിടെ താഴെ എഴുതിയേക്കുന്നത് അതിൻ്റെ 16th, 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഈ രാജ്യങ്ങളിൽ ഏറ്റവും ബലമുള്ളത് ഏതാ? അമോര്യരാ. അവർക്ക് ഞാനൊരു സമയം വെച്ചിട്ടുണ്ട്. നീതിമാനായ ദൈവം നമ്മളോട് പാർഷ്യാലിറ്റി ചെയ്യാൻ ഒക്കത്തില്ല. ഈ സൃഷ്ടിച്ച എല്ലാരെയും ദൈവം സ്നേഹിക്കുന്നുണ്ടോ? നരകത്തിൽ പോകുന്ന ദൈവം സ്നേഹിക്കുന്നുണ്ടോ? നരകത്തിൽ പോകുന്നവരെ സ്നേഹിക്കുന്നുണ്ടോ? അനുസരണ ഇല്ലെങ്കിലും ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടോ? എന്താ? അവനല്ലയോ പിതാവ്. അനുസരിച്ചില്ലെങ്കിലും ഇവർക്ക് വേറെ പിതാവില്ല. അതുകൊണ്ടാണ് സൂര്യത്തിൻ്റെ വെളിച്ചവും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇവന്റെ പിതാവ് ആരാ? സാത്താനല്ല, ഞാനാ. അമോരികൾ, അവർക്ക് ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട്? ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തിൽ തന്നെ അവർ തന്നെ പ്രൂവ് ചെയ്യും അവർ കനാന് യോഗ്യർ അല്ല. ആ സമയത്ത് മാത്രമേ നിന്നെ കൊണ്ടിരുത്തുള്ളൂ. അതുവരെ നിനക്ക് സന്തതി ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നിനക്ക് ഞാൻ ഈ കനാൻ മുഴുവൻ തന്നെ നീ എന്തോ ചെയ്യാനാ? ഫുട്ബോൾ കളിക്കാനാ? നിനക്ക് സന്തതി പോലും ഞാനിപ്പം തരത്തില്ല. ഞാൻ സന്തതിക്കും എന്തോ വെച്ചിട്ടുണ്ട്. നമ്മൾ സേവിക്കുന്ന ദൈവം ഒരു സമയം വെച്ചാൽ പ്രവർത്തിക്കുന്നത്, കൃത്യം സമയത്ത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ സമയം മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വെപ്രാളപ്പെടുന്നത്. ഹി ഹാസ് എ ടൈം ഫോർ എവറിത്തിങ്. ആ സമയത്ത് നിനക്ക് സന്തതി തരും. ഒരു സമയത്തായിരിക്കും നിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത്. സോ ദൈവം പറയുന്നത് നീ നല്ല പ്രായത്തിൽ എന്തോ ചെയ്യും? 15-ാമത്തെ വാക്യം, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് നീ എന്തോ ചെയ്യും? ചേരും. ജസ്റ്റ് ഡോണ്ട് വറി. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. നല്ല വാർദ്ധക്യത്തിൽ. യു ജസ്റ്റ് ഡോണ്ട് വറി. കാരണം നീ ചോദിച്ച ചോദ്യമില്ലയോ, ഈ നാട് എനിക്ക് എങ്ങനെ? സോ ദൈവത്തിന്റെ പ്ലാൻ എല്ലാം ദൈവം കടലാസിൽ എഴുതി, പ്രോഗ്രാം എല്ലാം എഴുതി. ഞങ്ങളിപ്പം അവിടെ വാങ്കൂരിൽ നിന്ന് വന്ന് പ്ലെയിൻ ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് തന്നല്ലോ. ഫ്ലൈറ്റ് ഏതാ? രാവിലെ തൊട്ടല്ലല്ലോ കാൽഗറി എയർപോർട്ടിൽ ഇരിക്കുന്നത്. ടൈമുണ്ടോ? ഫ്ലൈറ്റ് നമ്പർ ഉണ്ടോ? അതെല്ലാം എഴുതി. അതുപോലെ തന്നെ ദൈവം ഈ കടലാസിൽ ഫ്ലൈറ്റ് നമ്പറും ഡേറ്റും ടൈം എല്ലാം എഴുതി എവിടെ കൊടുക്കുക? നീ നല്ല പ്രായത്തിൽ നീ എന്തോ ചെയ്യും? നീ പ്രയാസപ്പെടണ്ട. അതുകൊണ്ട് അബ്രഹാം മരിച്ചപ്പം അവൻ ഹാരാനിലെ പിതാവിനെ അടക്കിയ സ്ഥലത്തല്ല,
അവൻ എവിടെ കിടക്കുക? കനാനിൽ മക്ബേലായി സ്ഥലം വാങ്ങിച്ചിട്ട് കിടക്കുക. കാരണം എൻ്റെ പോക്കറ്റിൽ എന്തോ ഉണ്ട്? ദൈവത്തിൻ്റെ പ്ലാനുണ്ട്, എഴുതി തന്നതാ. ഈ സെയിം ദൈവം ഇല്ല ദാനിയലിനും പ്ലാൻ എഴുതി കൊടുത്തത് അല്ല. ദൈവത്തിൻ്റെ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ഗോഡ്? ഞാൻ ഈ മക്കളെയും കുന്നതിനെ എല്ലാം കരഞ്ഞുകൊണ്ട് മൂങ്ങിക്കൊണ്ട് നടക്കുന്നതിനെക്കാട്ടും നല്ലത് ദൈവത്തിൻ്റെ പദ്ധതി എഴുതി തരുമോ? നമ്മളോട് എന്തൊക്കെ സംസാരിക്കാനാ ദൈവം കൊതിക്കുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് നിന്റെ സംസാരമൊന്നും വേണ്ട, നീ എൻ്റെ പ്രാർത്ഥനയും കേട്ടാൽ മതി. അതും ദൈവം പറഞ്ഞു എന്നാൽ നീ ചൊല്ലിക്കൊണ്ടിരുന്നു. 2-3 പേര് കൂടിയായിരുന്നാലും ഞാൻ നീ ഇപ്പോഴും ആ BC കിടക്കുകയാണോ? ഞാൻ നിന്റെ ആലയമായി കഴിഞ്ഞിട്ട് നിനക്ക് പേടിയാണോ? നിനക്ക് എൻ്റെ ശബ്ദമൊന്നും കേൾക്കണ്ട, നീ അങ്ങ് പുറകെ കിടക്ക്. പക്ഷെ അതേ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നത് എന്തുവാ? ആൻഡ് ക്യാൻ യു സീ അതിൻ്റെ താഴെ 17-ാമത്തെ വാക്യം, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് അത്രയും മതി. ഇനിയിപ്പം ഇവരെ മിസ്രൈമിൽ കൊണ്ടുവന്നത്, ക്യാൻ യു ജസ്റ്റ് ഇമാജിൻ ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ ബുദ്ധി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു നല്ലപോലെ അറിയുന്നു. നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനാണ്. എല്ലാത്തിൻ്റെ പുറകെ ദൈവത്തിന് എന്തുകൊണ്ട്? ഒരു ഹിതമുണ്ട്. ഒരു അബ്രഹാമിനെ വിളിക്കുന്നതിൻ്റെ പുറകെ ഹിതമുണ്ട്. ഇവന് ഇസാക്ക് കൊടുക്കുന്നതിൻ്റെ പുറകെ എന്തുകൊണ്ട്? ഒരു ഹിതമുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവരെ മിസ്രൈമിൽ കൊണ്ടുവന്നതിൻ്റെ കാരണം, കൊണ്ടുപോയില്ലെങ്കിൽ ഇവൻ്റെ സന്തതി എന്തോ ചെയ്യും? ഈ കനാനിയറുമായിട്ട് എന്തോ ചെയ്യാൻ തുടങ്ങും? കല്യാണം കഴിക്കാൻ തുടങ്ങും. ആൻഡ് ദെൻ നിന്നെ ഊറിന്ന് ഇവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന് നിന്റെ അപ്പനെ മാറ്റി, നിന്റെ ലോത്തിനെയും ഞാൻ മാറ്റിയത്. കാരണം ഇത് നിനക്ക് നിന്റെ സന്തതിക്കാ. നീ നല്ലവനായതുകൊണ്ടല്ല, നിന്നിൽ കുറവുണ്ട്. നീ നല്ലവനായതുകൊണ്ടല്ല ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നത്. ഞാനിതെല്ലാം ചെയ്യുന്നത് എനിക്കൊരു പദ്ധതിയുണ്ട്. സ്ത്രീയുടെ സന്തതി വരാനാ, നിനക്ക് വേണ്ടിയല്ല. ദൈവം നമ്മളെ കാനഡ കൊണ്ടുവന്നത് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കാനല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമ്മളെ ഇവിടെ കൊണ്ടുവന്നതിന്. ഞാൻ ആ ഹിതം മനസ്സിലാക്കി നടന്നാൽ എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കോളൂ. നമ്മളെല്ലാം ചിന്തിച്ച് വെക്കുന്നത് സാധാരണ വിശ്വാസി, ഞാൻ നല്ലവനായതുകൊണ്ട് എൻ്റെ അപ്പന്മാർ വിശ്വസ്തനായി നടന്നുകൊണ്ടാണ് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത്. യു ഷുഡ് ബി ക്രേസി ടു ബിലീവ് ഇറ്റ്. അങ്ങനെ വിശ്വസിച്ച് വെച്ചാൽ എന്താ തലമുറ തകർന്നു പോയിന്നേ പറയുന്നത്. നാട്ടിലെ അപ്പച്ചന്മാർ എന്തോ ചെയ്തു? കഷ്ടം സഹിച്ചാൽ ദൈവം ഇവിടെ കൊണ്ടുവന്നാ? അമേരിക്ക കൊണ്ടുവന്ന. എന്നാ ഇവിടെ ദൈവം തന്നെ കൊണ്ടുവന്ന നിന്റെ തലമുറ എന്തിയേ? ഞായറാഴ്ച ആരാധനയ്ക്ക് പോലും ഇല്ലല്ലോ. God will not bless and destroy your generations. ദൈവം കൊണ്ടുവന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, ദൈവത്തിനൊരു പദ്ധതിയുള്ളതുകൊണ്ട്. താങ്ക് ഗോഡ് ഹി ഹസ് ടേക്കൺ മീ ഇൻ ഹിസ് ഹാൻഡ്സ്. നോയെ തിരഞ്ഞെടുത്തത് അവൻ നല്ലവനായതുകൊണ്ടല്ല, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സെയിം അബ്രഹാമിനെ ഇവിടെ കൊണ്ടുവന്നു. ഗോഡ് ഗിവ്സ് എ സൺ. ഇവരെ മിസ്രൈമിൽ കൊണ്ടുവന്നത് എന്തിനാ? കൊണ്ടുപോയില്ലെങ്കിൽ ഇവൻ്റെ തലമുറ എന്തോ ചെയ്യും? ഇവിടെ കല്യാണം നടത്തും. അതിൻ്റെ പ്രൂഫ് യൂദ, ഏശാവ് എല്ലാം തുടങ്ങിയോ? അതുകൊണ്ട് അബ്രഹാമിന് ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലായതുകൊണ്ട് ആ മോന് വേണ്ടി പെണ്ണെ എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? ഹാരാനിൽ നിന്ന് കൊണ്ടുവരുന്നത്. അവന് ഇവിടെ തന്നെ ബന്ധം ഉണ്ടാക്കാമോ? ഇവിടുന്ന് വേണ്ട. എന്താ? ദൈവം മുമ്പേ തന്നെ എന്നോട് ഇത് കാണിച്ചതാണ്. അതുകൊണ്ട് വായിച്ച അബ്രഹാം ഒരു പണി ചെയ്യുന്നത്. ജെനസിസ് അതിൻ്റെ 25 അതിൻ്റെ 5 മാറും. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെ ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടുകളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. സോ ഇവിടെ അബ്രഹാമിന്റെ, ഞാൻ ഓടി മേളിൽ നിന്ന് പോവാ, ഉള്ളതെല്ലാം ആർക്ക് കൊടുത്തു? മറ്റവർക്കോ? എത്ര മക്കളുണ്ടായിരുന്നു അബ്രഹാമിന് ടോട്ടൽ? 8 എണ്ണം ഉണ്ട്. ഇഷ്മായേൽ കെത്തുറ മുഖാന്തരം 6 എണ്ണം. ഇവരെ എല്ലാം എന്തോ കൊടുത്തു? ജീവനോട് ഇരുന്നപ്പോഴേ കൊടുത്തു. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടി നടക്കും. അതുകൊണ്ട് അബ്രഹാം ജീവനോട് ഇരുന്നപ്പോഴേ ഇവർക്കെല്ലാം കൊടുത്തിട്ട് ഇവരെ എല്ലാം എന്തോ ചെയ്തു? കനാനിൽ നിന്ന് വെളിയിലിറക്കി. കാരണം കനാൻ ആർക്കാ? അത് അബ്രഹാമിന് ദൈവ സ്വഭാവം മനസ്സിലായെന്നേ. ഈ ഇസാക്കിന് ഇത് കിട്ടിയപ്പം then you see ഇസാക്ക്, then ജേക്കബ്. അതെല്ലാം ആ ജേക്കബിൻ്റെ ഇത് ഓരോ സ്വഭാവം നമ്മൾ നോക്കുമ്പോൾ എല്ലാം ദൈവം ചെയ്യുന്നതിൻ്റെ കാരണം ദൈവത്തിന് എന്തുകൊണ്ട്?
ഒരു പദ്ധതിയുണ്ട്. ഇവർ മിസ്രൈമിൽ പോയപ്പോഴും അടിമയായിട്ടല്ലല്ലോ പോയത്. അവരെങ്ങനെ പോയി? ഗസ്റ്റായിട്ടാണോ പോയത്? പോകുന്നതിന് മുമ്പേ തന്നെ ഒരു യോസഫിനെ കൊണ്ടുപോയോ? പോയപ്പോൾ അവിടെ ഒരു രാജാവിനെ ഇരുത്തി, രണ്ടാമത്തെ ആളിനെ ഇരുത്തിയോ? എന്തിനാ കൊണ്ടുപോയത്? നിനക്കൊരു സമയത്തിന് വേണ്ടി സ്ത്രീയുടെ സന്തതി വരേണ്ടതാ. ആൻഡ് ക്യാൻ യു സീ ഹൗ ഹി ഡെൽറ്റ് വിത്ത് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്? കൊച്ചു പിള്ളേരാ. അവർ തെറ്റുകൾ ചെയ്തു, അടി കിട്ടിയില്ല. പക്ഷെ അത് നമുക്കൊരു പാഠം. അവർ നടന്ന പോലും എനിക്ക് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതാ യൂദാവോട് പറഞ്ഞേ. അവരോട് പെരുമാറിയ പോലെ വേണം നിന്നോട് പെരുമാറാൻ. കാലം നോക്കിയാൽ എബ്രായരുണ്ടല്ലോ, അവർക്ക് വേദോസ്തവും പാസ്റ്ററും പരിശുദ്ധാത്മാവും ആലയം ഒന്നും ഇല്ലാതെ മനസാക്ഷി യുഗത്തിന് ഇങ്ങനെ നടക്കാമെങ്കിൽ നമുക്കോ നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാട്ട് ആം ഐ സേയിങ്? ഐ എം ഫിറ്റ് ഫോർ ഹെൽ. കൃപയുഗത്തിലും വന്നിട്ടും എനിക്ക് നടക്കാൻ വയ്യെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകാൻ യോഗ്യൻ. ഇവിടെ ഒത്തിരി പേർ കാണുന്ന സഭ പോയി കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്ന ഒത്തിരി പേർ കാണും, പാസ്റ്റർമാരും കാണും. എന്താ? അവർ ദൈവത്തെ എന്തോ ചെയ്തില്ല, അറിഞ്ഞില്ല. സോ യു അണ്ടർസ്റ്റാൻഡ്, ഇസ്രായേൽ മക്കളെ ഈ കിളിയെ പിളർക്കാത്തോണ്ടല്ല. ഇവരെ കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ എന്തോ ചെയ്യും? ഇവരുമായിട്ട് കല്യാണം നടത്തും. 400 വർഷമാകുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് പുകയുന്ന തീച്ചുള്ള ഒരു പന്തം. കൃത്യം സമയമായപ്പം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പം തീപ്പന്തം വന്നോ? സൂക്കോത്തി വന്നപ്പം ഇസ്രായേൽ മക്കളെ നടത്താൻ ആരുണ്ട്? ആ തീപ്പന്തം വന്നിപ്പോണ്ടോ? അവരെ സൂക്കോത്തിന്ന് കനാനി തിരിച്ചു കൊണ്ടുവന്നോ? തിരിച്ച് യോർദാൻ ക്രോസ് ചെയ്തപ്പം കനാനി പേടി വീണോ? യെരിക്കോ വാതിലടച്ചോ? എന്താ? ഉടമസ്ഥൻ വന്നു കഴിഞ്ഞു. ഇവർ തിരിച്ചു കയറുമ്പോൾ ഇവിടെ പിതാവ് അവിടെ കിടപ്പുണ്ട്. ആരാ? അബ്രഹാം അവിടെ കിടപ്പുണ്ട്. ദൈവം കടലാസ് എഴുതി പോക്കറ്റിൽ ഇട്ടതാ. Can you understand? God's plan and purpose. അതുകൊണ്ടാണ് പുറപ്പാട് 19 നമ്മൾ വായിച്ചത്. ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടുവല്ലോ. ഹൗ ഐ ലെഡ്. അതിന് നിങ്ങൾ അബ്രഹാമിനെ നടത്തിയ വിധം, ഇസാക്കിനോട് ചെയ്തത്, യാക്കോബിനോട് ചെയ്തത്. ദേവർ പീപ്പിൾ. അവർക്ക് അറിയത്തില്ലായിരുന്നു. മല്ല് പിടിക്കാൻ തന്നെ ദൈവം വന്നോ? യാക്കോബ് മല്ല് പിടിക്കാൻ പോയത് പിടിച്ചോ? അതെന്തിനാ എഴുതിയേക്കുന്നത്? പ്ലീസ് ഫോർ ഗോഡ് സേക്ക് ദൈവത്തോട് മല്ല് പിടിക്കാൻ ശ്രമിച്ചേക്കല്ലേ. മല്ല് പിടിച്ചാൽ അനുഭവിക്കും. ബി കെയർഫുൾ വെൻ യു വാക്ക്. ക്ലിയർ ആയല്ലോ? നമുക്ക്